മുലപ്പാലുമായി പാടം നീന്തി വരുന്ന പൗർണമി നിനക്കാവട്ടെ ഗീതാഞ്ജലി. കോയിവിള അയ്യങ്കോ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ 31ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ ശ്രേഷ്ഠവും സുന്ദരവും അദ്വിതീയവും അനിർവചനീയവും അതുല്യവും മനോഹാരിയത തുളുമ്പി നിൽക്കുന്നതുമായ ഈ മഞ്ജുളമായ സദസ്സാണ് സാക്ഷി. ഇന്നിൻ്റെ സായാഹ്നം ധന്യതയാർന്ന ഒരു സായാഹ്നമാണ്. ഈ ക്ഷേത്രമുറ്റത്ത് വിനീതനായി ഞാൻ വന്ന് സമാഗതനാകുമ്പോൾ എൻ്റെ മുമ്പിൽ ആസനസ്ഥരായവരും പാർശ്വഭാഗങ്ങളിൽ സമാഗതരായവരും ഒക്കെയായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ കാണുമ്പോൾ, ഈ മാതാപിതാക്കളെ കാണുമ്പോൾ, ഈ അഗ്രജന്മാരെയും കനിഷ്ഠന്മാരെയും കാണുമ്പോൾ മതേതര ഭാരതത്തിൻ്റെ പൂത്തുല്ലസിച്ച ഒരു സൗഹൃദത്തിൻ്റെ ആത്മപരിവേഷത്തിൻ്റെ പരിശുദ്ധി ഇവിടെ അത്രമേൽ സ്പഷ്ടവും പ്രകടവുമാണ്. നമ്മൾ അങ്ങനെ ജാഗ്രതയോടുകൂടെ ജീവിച്ച് ശീലിച്ച ആളുകളാണ്. കൊണ്ടും കൊടുത്തും സ്നേഹമസൃണമായ ഒരു പുലരിയെ ആശ്ലേഷം നടത്തുകയും അങ്ങനെയുള്ള ഒരു സായന്തനത്തെ പോവാൻ അനുവദിക്കുകയും അടുത്ത പ്രഭാതത്തെ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഈ സ്നേഹത്തിന്റെ ജാഗ്രത, അതാണ് കരുതൽ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. സ്വാമി വിവേകാനന്ദന്റെ ഒരു പ്രസ്താവനയുണ്ടല്ലോ, ലവ് ഈസ് ദി ഗേറ്റ് വേ ടു ഓൾ മിസറീസ്. സ്നേഹമാണ് ഏത് നിഗൂഢതകളിലേക്കും കടന്നു ചെല്ലാൻ, അതിൻ്റെയൊക്കെ നിഗുപ്തകളെ കൊട്ടിത്തുറന്ന് മുട്ടിത്തുറന്ന് അതിനകത്തേക്ക് പ്രവേശിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി അത് സ്നേഹമാണ്. സ്നേഹമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഇന്ധനക്ഷമത. സ്നേഹമാകുന്ന വിളക്ക് അത് ജ്വലിക്കണമെങ്കിൽ അതിൻ്റെ മഹിമാവിലാസമാകുന്ന എണ്ണ അതിനകത്ത് അനിവാര്യമാണ്. എണ്ണയിട്ട യന്ത്രങ്ങളെ പോലെ എന്ന് നമ്മളെ ഭാഷയിൽ പറയാറുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഈ ജാഗ്രതയുടെ സദസ്സിന്റെ മുറ്റത്ത് ധന്യമായ ഇന്നത്തെ സായന്തനത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ കുറച്ച് വർത്തമാനങ്ങൾ, കരുതലിൻ്റെ കുറച്ച് സന്ദേശങ്ങൾ പകർന്നു നൽകുകയാണ് എൻ്റെ ഇത്തരണത്തിലുള്ള ഒരു ലക്ഷ്യം. മഹാഭാരതത്തില് പരീക്ഷിത് രാജാവ് തക്ഷക സർപ്പത്തിന്റെ ധ്വംസനമേറ്റിട്ട് കിടക്കുമ്പോ ജീവഹാനി തീർത്തും സംഭവിക്കുമെന്ന് ഉറപ്പിച്ചയിടത്ത് നിന്ന് മുനിശാപത്തിന്റെ പേരില് ഒറ്റപ്പെട്ടിട്ട് വ്യഗ്രതയോടെ വിഷണ്ണനായിട്ട് കിടക്കുമ്പോ 7 ദിവസം നീണ്ടുകിടക്കുന്ന ശ്രീ മഹാഭാഗവതം, അത് സപ്താഹം. സപ്തം എന്ന് പറഞ്ഞാൽ 7ആണ്. അഹം അഹസ്സാണ്. അഹസ് പകലോൻ അഹസിന്റെ പ്രതീകമാണ്. അക്കമൂർത്തി അഹസിന്റെ പ്രതീകമാണ്. മാർത്താണ്ഡൻ എന്നും രവി എന്നും ഭാസ്കരൻ എന്നും ദിനകരൻ എന്നും ദിവാകരൻ എന്നും അതുപോലെ പങ്കജ ബാന്ധവൻ എന്നുമൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ അക്കമൂർത്തിയാകുന്ന പകലോൻ സൂര്യൻ, അതിൽ നിന്നാണ് അഹസ് വരുന്നത്. അഹസ് പകലാണ്. അതുകൊണ്ട് സപ്താഹം 7 പകലുകളിൽ സൂര്യാസ്തമനത്തിന്റെ ശേഷവുമല്ല സൂര്യോദയത്തിന്റെ മുമ്പുമല്ല, പകൽ സമയങ്ങളിൽ അങ്ങനെ സപ്താഹം 7 പകലുകളിൽ ജാഗ്രതയോടുകൂടെ മന്ത്രോച്ചാരണങ്ങൾ നടത്തുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു പരിശുദ്ധി എൻ്റെ പ്രിയപ്പെട്ട സഹോദര മതസ്ഥർ ഇവിടെ വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസത്തിന്റെ ഒരു അസ്ഥിത്തറയുണ്ട്. അത് മോക്ഷമാണ്. അത് ആധ്യാത്മികതയുടെ ഉന്നതമായ പർവ്വങ്ങളിലേക്ക് നമ്മൾ വഴി നടത്തപ്പെടലാണ്. അല്ലെങ്കിലും എല്ലാത്തിൻ്റെയും വിജയം ആത്മീയതയിലാണല്ലോ കുടികൊള്ളുന്നത്. നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന്
അനധിവിദൂരമായ ഭാവിയിൽ വിട പറഞ്ഞു പോകേണ്ട ആളുകളാണ്. അങ്ങനെയാണ്. ആരറിയും നിയതി തൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും. നിയതി, നിയതി എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ വിധി എന്നാണ് അർത്ഥം. വിധി, വിധിയുടെ തുലാസ്, ത്രാസ്, അതിൻ്റെ തട്ട് എനിക്കും നിങ്ങൾക്കും അനുകൂലമാണ് എന്നാര് കണ്ടു, പ്രതികൂലമാണ് എന്നാര് കണ്ടു? ഇതിനാണ് വിധാതാവ് എന്ന് പറയുന്നത്. വിധിയുടെ വിധാതാവ് പടച്ചോൻ എന്ന് പറയുന്നതും ഈശ്വരൻ എന്ന് പറയുന്നതും ദൈവം എന്ന് പറയുന്നതും ഒക്കെയായിരിക്കുന്ന ഒരു പരമമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ വിശ്വസിക്കുമ്പോഴാണ് ത്വമേകം വരണ്യം ത്വമേകം ശരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്നെ മാത്രം ഞങ്ങൾ ഭരിക്കുന്നു, ദൈവമേ നിന്നോട് ശരണം തേടുന്നു, നീയാണ് വിശ്വത്തിന്റെ രൂപം, ജഗത് കാരണം, എല്ലാം നീയാണ്. ഞാൻ ഇന്ന് എൻ്റെ സന്ധ്യാനേരത്തെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചതും ഇതേ മൊഴിയാണ്. പക്ഷേ അത് അറബി ഭാഷയിലാണ് എന്ന് മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഒരൊറ്റ ശക്തിയിലേക്ക് മനുഷ്യൻ ഇങ്ങനെ ഇഴുകിച്ചേരാണ്. പഴയൊരു പാട്ടുണ്ട്, ഇവിടെ ഹരിവരാസനം മുഴക്കപ്പെട്ടു. യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവൻ എന്ന മലയാളികൾ പേര് കൊടുത്ത ഗന്ധർവൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉപദേവൻ എന്നാണ്. അതുകൊണ്ട് മലയാളത്തിൽ സംഗീതത്തിന് ഒരു ഉപദേവൻ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഗാനഗന്ധർവൻ യേശുദാസ് എന്നൊരു അപരനാമത്തിൽ അദ്ദേഹം ഇന്ന് മലയാണ്മയിൽ എന്ന് മാത്രമല്ല ലോക ഭൂപടത്തിൽ തന്നെ പ്രഖ്യാതനായി അല്ലേ. അദ്ദേഹത്തിൻ്റെ ആ വഴിഞ്ഞൊഴുകുന്ന ഗാനശീലുകളുടെ ശബ്ദമാധുരിയുടെ അലയൊലികൾ ഇപ്പോഴും ഇവിടെ ഏതോ തരത്തിൽ ആന്തോളനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാലത്ത് പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചിരപുരാതനമായ അദ്ദേഹത്തിൻ്റെ കണ്ഠനിനാദങ്ങളിലൂടെ വീണമീട്ടിയ ചില വരികൾ മലയാളി ഭാഷ, ദേശ, ജാതി, വർഗ, മതങ്ങൾക്ക് പോലും അതീതമായിട്ട് ഏറ്റെടുത്ത വരികളാണ്. അതിങ്ങനെയാണ്: കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്നേ കേൾക്കുന്നതും ഒന്നേ കരുണാമയനാം ദൈവമൊന്നേ ദൈവമൊന്നേ ദൈവമൊന്നേ. ഞാൻ നേരത്തെ ചൊല്ലിയ ശ്ലോകം ഇതിലേക്കാണ് നമ്മളെയൊക്കെ അറിയാതെ വഴി നടത്തി കൊണ്ടുപോകുന്നത്. ഈ ലോകം വളരെ നശ്വരമാണ്. പരീക്ഷിത് രാജാവിന് കിട്ടിയ ഒരു ബോധം അത് തന്നെയാണ്. അവസാനം ഭാഗവതം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും മന്ത്രങ്ങളും പരാമർശിക്കപ്പെടുകയും അതിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത് അദ്ദേഹം ആത്മീയതയിലേക്ക് നീങ്ങിയെന്നാണ് ചരിത്രം. ആ പ്രമാണം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അവസാനം അദ്ദേഹം ഭൗതിക ഇച്ഛകളോട് വിട പറയുകയാണ്. ഒരു മനുഷ്യൻ ഭൗതിക ഇച്ഛകളോട് വിട പറയുമ്പോഴാണ് അവൻ്റെ അകത്തളത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം, പ്രകാശത്തിൻ്റെ കിരണങ്ങൾ വിരുന്നു വരുന്നത്. അപ്പോഴാണ് അവൻ്റെ സ്വാർത്ഥത അവന് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ പേര് സ്വാർത്ഥം ഭരി എന്നാണ്. സ്വാർത്ഥതയെ അവൻ ഭരിക്കുന്നു, അവനെ സ്വാർത്ഥത ഭരിക്കുന്നു. ഇതൊക്കെയാണ് സ്വാർത്ഥം ഭരി എന്ന വാക്കിൻ്റെ അർത്ഥം. നിസ്വാർത്ഥൻ അതിൻ്റെ നേരെ വിപരീതമാണ്. നിസ്വാർത്ഥനാകുമ്പോഴാണ് എൻ്റെ ദുഃഖം എൻ്റെ സഹോദരൻ്റെ ദുഃഖമാണ് എന്ന് പറയാനും മനസ്സിലാക്കാനും അത് പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാനും കഴിയുക. നിറഞ്ഞിരിക്കലും ദരിദ്രമീ രാജ്യം, നിരന്നിരിക്കലും വികൃതമെങ്കിലും ഇവിടെ സ്നേഹിപ്പാൻ, ഇവിടെ യാശിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം അല്ലേ. എല്ലാം കൊണ്ടും നിർഭരമായിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ അകത്ത് സ്വന്തം സഹോദരൻ്റെ സ്നേഹത്തിൽ കുറച്ച് ആഹ്ലാദം കണ്ടെത്താൻ, ആഹ്ലാദത്തിൽ നമ്മളും കുറച്ച് ആഹ്ലാദിക്കാൻ, അവൻ്റെ ദുഃഖത്തിൽ നമ്മളും കുറച്ച് ദുഃഖിക്കാൻ, അവൻ എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ അത് നമ്മളെ കൂടി സങ്കടമാക്കി മാറ്റാനുള്ള വിശാലത പ്രാപിച്ച ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമ്മളൊരു മനുഷ്യത്വത്തിൻ്റെ ഉടമയാകുന്നത്. 2 ആഴ്ച മുമ്പ് എല്ലാ ഭാഗങ്ങളിലും ദീപാവലി ആഘോഷിക്കുകയുണ്ടായി.
ദീപാവലി എന്ന വാക്കിന്റെ അർത്ഥം ദീപങ്ങളുടെ ആവലിയാണ്. ദീപം, ഒരു ദീപം ഉണ്ടായാൽ പോരാ. ആവലി എന്ന് പറഞ്ഞാൽ എന്താണ്? നിഗരം, നിവഹം, സംഘാതം, സഞ്ചയം എന്നൊക്കെ നമ്മൾ പറയും. കൂട്ടത്തിന്, ജനങ്ങളുടെ കൂട്ടമാണ് ജനാവലി. ഒരു നാട്ടിലെ പൗരന്മാരുടെ കൂട്ടമാണ് പൗരാവലി. അങ്ങനെയെങ്കിൽ ഒരുപാട് കത്തിജ്വലിച്ച ദീപങ്ങളുടെ കൂട്ടമാണ് ദീപാവലി എന്ന് പറയുന്നത്. അത് ദീപങ്ങളുടെ കൂട്ടമാണ്. എന്താ ഈ ദീപങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ അർത്ഥമാക്കുന്നത്? ദീപം, ആ കത്തിച്ചു വെക്കുന്ന ദീപത്തിന്റെ ജ്വാല, അത് ഹൃദയത്തിന്റെ ജ്വാലയാകണം എന്നൊരർത്ഥമാണ് ഈ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ദീപത്തിന്റെ കൈത്തിരികളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് അന്ന് ഉച്ചരിച്ചൊരു മന്ത്രമുണ്ട്. ഏതാണ്? തമസോമാ ജ്യോതിർഗമയ. തമസ് പോകട്ടെ, ജ്യോതിസ് വരട്ടെ. അപ്പൊ തമസിന്റെ ഉപാസകന്മാർക്കൊക്കെ പോവാം, ജ്യോതിസിന്റെ ഉപാസകന്മാർക്ക് വരാം. പ്രകാശത്തിന്റെ ബദ്ധവൈരികൾക്ക് പോവാം, ജ്യോതിസിന്റെ ബദ്ധവൈരികൾക്ക് വരാം. അങ്ങനെ ജ്യോതിസിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു ഉജ്ജ്വലമായ കൈത്തിരി നമ്മൾ കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഡയോജനീസ് എന്ന് പറഞ്ഞു പോയത്. റോമാ സാമ്രാജ്യത്തിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഞാൻ മനുഷ്യനെ തിരയാണ്. സൂര്യൻ കത്തിജ്വലിക്കുന്ന പട്ടാപകൽ മധ്യാഹ്ന നട്ടുച്ച നേരത്ത്, അല്ലേ നമ്മൾ പറയാറുണ്ട് നട്ടുച്ച നേരം. ആ നട്ടുച്ച നേരത്ത് സൂര്യൻ ഇങ്ങനെ തലക്ക് മുകളിൽ ഉജ്ജ്വലമായിട്ട് ജ്വലനം നടത്തുമ്പോഴാണ് ഡയോജനീസ് ഒരു വിളക്ക് കത്തിച്ചു വെച്ചത്. അപ്പൊ ആളുകൾ ഡയോജനീസിനെ വിഡ്ഢി എന്ന് വിളിച്ചപ്പോ ഡയോജനീസ് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ മനുഷ്യനെ തിരയാണ്. എന്തിനാ മനുഷ്യനെ തിരയാൻ ഈ സൂര്യൻ ഉജ്ജ്വലമായിട്ട് ജ്വലിക്കുമ്പോൾ ഒരു വിളക്ക് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരുട്ട് മൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കത്തിച്ച കൈവിളക്കിന്റെ ഈ ദീപത്തിന്റെ ഈ ജ്വലനം അവന്റെ അന്ധത ബാധിച്ചു പോയ ഹൃദയത്തിലേക്ക്, അന്ധകാരം മൂടിപ്പുകഞ്ഞുപോയ അവന്റെ അന്തരാളത്തിലേക്കൊന്ന് കൊളുത്തി കൊടുക്കാനാണ് ഞാൻ ഈ പട്ടാപകൽ നേരത്ത് വിളക്ക് കത്തിച്ചത് എന്ന് മറുപടി പറഞ്ഞു പോയ ഡയോജനീസ്, അല്ലേ? അപ്പം എന്താണ് തമസ്, എന്താണ് ജ്യോതിസ്? അതൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വിരുന്നു വരുമ്പോ എല്ലാവരെയും കാണാനും ഉൾക്കൊള്ളാനും തുറന്ന് ചിരിക്കാനും എത്ര മനോഹരമായിട്ട് ജീവിക്കുവാനും നമുക്കൊക്കെ സാധ്യമാകും എന്നർത്ഥം. അതുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഏറ്റെടുക്കാനുള്ളൊരു ദൗത്യം കൂടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പുളകിതനാക്കുന്നത്. ഈ 7 ദിവസത്തിന്റെ ഇടയിൽ ഓരോ ദിവസവും 5000-6000 ആളുകൾ ജാതിമത ഭേദമന്യേ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പോവാൻ. ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, അല്ലേ, ഒരു ചാൺ വയറ്, അരച്ചാൺ വയറ്. ഈ ഭക്ഷണം എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഒരാൾക്ക് വസ്ത്രം കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയോ? ഒരാൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയോ? ഇല്ല. 10 രൂപ കിട്ടുന്നോന് അത് എങ്ങനെങ്കിലും 100 രൂപയാക്കണം എന്ന് പ്രാർത്ഥിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെങ്കിലും സഹസ്രമാകണമെന്ന് പ്രാർത്ഥിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും. അതിന് ഏത് ഊടുവഴികളിലൂടെയും അവൻ സഞ്ചരിക്കും, അല്ലേ? അതുകൊണ്ടാ പൂന്താനം നമ്പൂതിരിപ്പാട് പണ്ട് പാടിപ്പോയത്, ദശം കിട്ടുകിൽ അത് ശതമാകണമെന്നും ശതമായി കഴിഞ്ഞാൽ അത് സഹസ്രമാകണമെന്നും താല്പര്യപ്പെടുന്ന മനുഷ്യൻ. അപ്പൊ എന്താണ് അർത്ഥം? അർത്ഥം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അർത്ഥം എന്ന ഒരു വാക്കിന്റെ ഒരർത്ഥം സമ്പത്ത്, സ്വത്ത് എന്നാണ്. മലയാളത്തിൽ ഒരു ചൊല്ലില്ലേ, അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കും എന്ന് പറഞ്ഞാല് സാമ്പത്തികമായിട്ട് ശേഷി ഇല്ലാത്തവന് പെട്ടെന്ന് ഒരാൾ കൊണ്ടുപോയിട്ട് അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉണ്ടാകാനുള്ള സാധ്യതകൾക്കുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവൻ അർദ്ധരാത്രിയിലും കുട പിടിക്കും, അല്ലേ? അപ്പൊ അർത്ഥം, അതുകൊണ്ടാണ് നമ്പൂതിരിപ്പാട് നമ്മളോട് പറഞ്ഞത്, അർത്ഥം എത്ര വളരെയുണ്ടായാലും അർത്ഥത്തെ കൊതിക്കുന്ന ഇതെത്ര പേർ. അർത്ഥം അത് ലോകത്ത് ഇന്ന് അനർത്ഥമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അർത്ഥത്തിന്റെ പേരിലാണ്, സ്വത്തിന്റെ പേരിലാണ് ഈ തർക്ക വിതർക്കങ്ങൾ മുഴുവൻ ഇവിടെ രൂപപ്പെടുന്നത്. അത് മുഴുവൻ മുള പൊട്ടുന്നതും സ്വത്തിന്റെ പേരിലാണ്. അപ്പൊ മനുഷ്യൻ അങ്ങനെ താർക്കികനായി പോവാൻ അവിടെയാണ്. അപ്പം പൈസ കിട്ടിയാലും മനുഷ്യന് മതിയാകില്ല, അതുപോലെ തന്നെ വസ്ത്രം കിട്ടിയാലും മതിയാകില്ല. ഭൗതിക ജീവിതത്തിന്റെ ഉപാധികൾക്ക് ആവശ്യമായ മറ്റ് ഏത് സാമഗ്രികൾ കൊടുത്താലും എനിക്ക് മതി എന്ന് മനുഷ്യൻ പറയില്ല. ആകെ നമ്മൾ വെച്ചു നീട്ടി കൊടുത്തിട്ട് മതി എന്ന് പറഞ്ഞ ഒരു വസ്തു ഈ പ്രപഞ്ചാണ്ട കടാകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ ആമാശയത്തെ നിറക്കാനുള്ള അരച്ചാൻ വയറിന്റെ അന്നമാണ്. അന്നം അത് എത്ര സുഭിക്ഷമാണെങ്കിലും, അത് എത്ര ഡെലീഷ്യസ് ആണെങ്കിലും, നമ്മളെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ 2 കൈയും കാണിച്ചിട്ട് ആതിഥ്യ മര്യാദയോടുകൂടെ നമ്മളെ സൽക്കരിക്കുന്ന ദാതാവിനോട്, സ്വീകർത്താവായ നമ്മൾ പറയാണ്, മതി, എനിക്കിനി തരല്ലേ, എന്നെ ഇനി ബുദ്ധിമുട്ടാക്കല്ലേ, എനിക്കിനി കഴിക്കാൻ കഴിയില്ല, ഞാൻ ക്ഷീണിതനാണ് എന്ന് മനുഷ്യൻ പറയാൻ, അല്ലേ?
അപ്പൊ ഇവിടെ അന്നം കൊടുക്കാൻ, അന്നം കൊടുപ്പിൻ പശിക്കേതിരാദ്യത്തെ അംഗം കുറിച്ചൊരവശ സംരക്ഷക. അന്നം കൊടുക്കുക, വിരുന്നൂട്ടുക, ഇത് ലോകത്തെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റാലിറ്റിയാണ്, ആതിഥ്യമര്യാദയാണ്. ഇത്രയും ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് സാധാരണക്കാരുടെ കരങ്ങളുണ്ട്. അത് അക്ഷീണം അവിടെ പ്രയത്നിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ പരന്നൊഴുകുന്ന ഒരു പാരാവാരമായി മാറുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു സാഗരം പോലെ, കാരുണ്യത്തിൻ്റെ ഒരു കടലല പോലെ, കരുതലിൻ്റെ ഒരു ആഴി പോലെ നമ്മളിങ്ങനെ ലോകത്ത് ഉത്ഥാനം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു സുഖമുണ്ട്. ഇങ്ങനെ കരുതലും കാണലും ഒക്കെ അറിഞ്ഞിട്ട് കണ്ടറിവോടുകൂടെ മനുഷ്യൻ ജീവിച്ചു പോകുന്നതിൽ ഒരു മനസ്സുഖമുണ്ട്. അതിവിടെ മാത്രമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആധ്യാത്മികതയുടെ മോക്ഷം അകത്തേക്ക് കയറി ചെല്ലണം. അപ്പൊ പിന്നെ വീറുണ്ടാകൂല, അപ്പൊ പിന്നെ അഹന്തയുണ്ടാകില്ല, അപ്പൊ പിന്നെ സ്വാർത്ഥതയുണ്ടാകില്ല, അപ്പൊ പിന്നെ ഞാൻ എന്നൊരു അഭിനിവേശം ഉണ്ടാകില്ല. എല്ലാവരും നമ്മൾ എന്ന ഒരു കാന്തിയുടെ പദം മാത്രമല്ല, ആ ഒരു കാന്തിയുടെ ജീവിത ദർശനം കൂടി അവന് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ടാണ് മലയാളത്തിൽ ഒരു വാക്ക് ചൊല്ലു പറഞ്ഞത്, നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. അല്ലേ? നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമുക്കുള്ള സ്വർഗം പണിയുന്നതും നാഗം. സ്വർഗം നാഗമല്ല. നാഗം എന്ന് പറഞ്ഞാൽ പാമ്പാണ്. നേരത്തെ പറഞ്ഞു ഇവിടെ പരീക്ഷിത്ത് രാജാവിന് ധ്വംസനമേറ്റത്. അത് നാഗമാണ്. അത് ഗാണ്, മൃദുഗാണ്, അഥവാ നാഭി കൊണ്ട് ഗമിക്കുന്നത്. അങ്ങനെയാണ് സർപ്പത്തിന് നാഗം എന്നൊരു വാക്കുണ്ടായത്. സർപ്പത്തിന് പന്നകം എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ. എന്തുകൊണ്ട്? പള്ള കൊണ്ട് ഗമിക്കുന്നതാണത്. ഇത് നാക്കമാണ്. നാക്കം. നാക്കം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. അപ്പൊ നമുക്ക് സ്വർഗം ഉണ്ടാക്കുന്നതും നമുക്ക് നരകം പണിയുന്നതും നമ്മുടെ കർമ്മമാണ്, വേറൊന്നുമല്ല. അപ്പൊ ഇവിടെ ഒരു ലോജിക് പ്രവർത്തിക്കുന്നില്ല. There is no any logic in total universe. Only magic of miracle of God. അല്ലേ? ഇവിടെ എന്തോ ഒരു ദൈവികമായിരിക്കുന്ന മെസ്മറിസം പ്രവർത്തിക്കുന്നുണ്ട്. ലോജിക്കല്ല, യുക്തിസഹമല്ല. അതുകൊണ്ടാണ് യുക്തിവാദങ്ങളൊക്കെ ലോകത്ത് മുളപൊട്ടുന്നത്. യുക്തിവാദികൾ പറയുന്ന എന്താണ്? ഇതങ്ങനെ തന്നെ ഉണ്ടായി, അത് അങ്ങനെ ഒരു ശക്തിയൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയുള്ളവർക്ക് പിന്നെ ലോകത്ത് ആരെയും പേടിക്കണ്ട. ഒരു നിയമപാലകന്റെ അല്ലെങ്കിൽ യൂണിഫോം ഇട്ട ഒരു പോലീസുകാരൻ സാന്നിധ്യത്തിലുണ്ടെങ്കിൽ അവനെ പേടിച്ച് മാത്രം ജീവിക്കാം. അവരുടെ കൂടി അഭാവത്തിലാണെങ്കിലോ എന്തും ചെയ്യാം. അപ്പൊ പിന്നെ നായകനില്ല പട നായപ്പട, അല്ലേ? അപ്പൊ നമ്മളെ ഏതോ ഒരു ശക്തി ഭരിക്കുന്നു എന്ന ആധ്യാത്മിക ബോധത്തിൽ നിന്നാണ് മനുഷ്യന്റെ കരുതലുണ്ടായിത്തീരുന്നത്. ആ കരുതലിൽ നിന്നാണ് എൻ്റെ അയൽവാസിക്ക് ഞാൻ വെച്ചു നീട്ടുന്നത്. ആ കരുതലിൽ നിന്നാണ് എൻ്റെ ഭക്ഷണം കഴിക്കാത്ത ഏകോദര സഹോദരനെ പോലെ ഞാൻ കാണുന്ന, ജാതി പോലും മതം പോലും ഞാൻ ഏത് എന്ന് അവൻ്റേത് അന്വേഷിക്കാത്ത ഒരു മനുഷ്യൻ എന്ന മാത്രയിൽ അവനെ ഞാൻ കണ്ടെത്തുകയും അവനെ ഞാൻ സ്നേഹത്തിൻ്റെ അന്നമാകുന്ന വിരുന്നൂട്ട് നൽകിയിട്ട് ആദരിക്കുകയും ചെയ്യുമ്പോഴാണ് അവനാകുന്ന മനുഷ്യനെ കാണുന്ന ഞാനൊരു മനുഷ്യനാകുന്നത്. അല്ലേ? അപ്പം മനുഷ്യത്വത്തെ കണ്ടെത്തലാണ്. അല്ലാതെ ഒരുപാട് ബിരുദാനന്തര ബിരുദം എടുക്കുക, ഡിഗ്രികൾ എടുക്കുക, മോർ ഡിഗ്രീസ്, ബട്ട് ദർ ഈസ് നോ കോമൺ സെൻസ്. എന്താ കാര്യം? ഒരുപാട് ബിരുദാനന്തര ബിരുദങ്ങൾ പുതിയ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോമൺ സെൻസ് ഇല്ല. ഈ അടുത്താണ് ഏതോ ഒരു മലയാള ഭാഷയിൽ പ്രസിദ്ധീകൃതമായ ദിനപത്രത്തിൻ്റെ ഈ നമ്മുടെ ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് അത്തമ്പത്തിൻ്റെ തിരുവോണത്തിൻ്റെ അന്ന് മാവേലി മന്നൻ കടന്നു വരാൻ വലിയൊരു തൊപ്പിക്കോടയൊക്കെ ചൂടിയിട്ട് മാവേലി ഒരു വീട്ടിലേക്ക് വരുന്ന രംഗാണ് ആ പത്രദ്വാര പ്രത്യക്ഷപ്പെട്ട കാർട്ടൂണിൻ്റെ അകത്തുള്ള ഇതിവൃത്തം. അങ്ങനെ മാവേലി കയറി വരുന്നുണ്ട്. മാവേലി കയറി വന്നിട്ട് മാവേലി കോളിംഗ് ബെല്ലടിക്കാൻ, പുതിയ കാലല്ലേ, കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ആരും പുറത്തേക്ക് വരുന്നില്ല. അപ്പം മാവേലി നേരെ ലിവിംഗ് റൂമിലേക്ക് കയറി പോകുമ്പോൾ 5 മക്കൾ, ആ വീട്ടിലെ 5 മക്കൾ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മാവേലി വിഷണ്ണനായി, അദ്ദേഹം ആകെ വിഷാദ ചിത്തനായി. അപ്പം മാവേലി സൂക്ഷിച്ച് നോക്കിയപ്പോൾ കണ്ടത് ഒരാൾ യൂട്യൂബിലാണ്, ഒരാൾ ഫേസ്ബുക്കിലാണ്, ഒരാൾ ട്വിറ്ററിലാണ്, അടുത്ത ആൾ ഇൻസ്റ്റയിലാണ്. അപ്പോൾ ദുഃഖത്തോടുകൂടെ മാവേലി അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് തലപൊക്കിയിരുന്നുവെങ്കിൽ എനിക്ക് അടുത്ത വീട്ടിലേക്ക് എനിക്ക് ഓണാശംസ നേരാൻ വേണ്ടി പോകായിരുന്നു എന്ന് പറഞ്ഞാൽ മലയാളിയുടെ പുതിയ കാലത്തെ ഒരു ചിത്രത്തിൻ്റെ മൂകസാക്ഷിയായിരുന്നു ആ കാർട്ടൂൺ. ലിസണിങ് ക്ലിനിക്ക് തുടങ്ങുന്ന കാലമാണ്. പുതിയ ലോകം ലിസണിങ് ക്ലിനിക്കുകളുടെ കാലമാണ്. കേൾക്കാൻ ആളില്ലാത്ത ലോകം. ഒരു വീട്ടിൽ മക്കളുണ്ട്, പക്ഷേ അമ്മയ്ക്ക് കേൾക്കാൻ സമയമില്ല, അച്ഛന് കേൾക്കാൻ സമയമില്ല, ഉപ്പയ്ക്ക് സമയമില്ല, ഉമ്മാക്ക് സമയമില്ല. കാരണം അവരൊക്കെ തന്നെ അവരവരുടെ ലോകത്താണ്. ഇങ്ങനെ ഒരു പാശ്ചാത്യവൽക്കരണത്തിലേക്ക് നമ്മളെ നാട് കടന്നു പോവാൻ.
ഈ അടുത്ത് എൻ്റെ സുഹൃത്തായ ഒരു മലയാളി അമേരിക്ക സന്ദർശിച്ചു. അദ്ദേഹം അവിടുത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ രംഗം പറയുന്നുണ്ട്. അച്ഛൻ വരുന്നു, അമ്മ വരുന്നു, മക്കൾ വരുന്നു, അങ്ങനെ മാതാവ് മാതാവിനുള്ളത് വാങ്ങുന്നു, പിതാവ് പിതാവിനുള്ളത് വാങ്ങുന്നു, അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു. അപ്പം ഒരു ടീനേജിലുള്ള ഒരു മോനുണ്ട്, മോൻ കടന്നു വന്നിട്ട് മോൻ ആവശ്യമുള്ളത് വാങ്ങുന്നു, അവൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ ലോകത്ത് അഭിരമിക്കുന്നു. ഒരു വാഹനത്തിൽ വന്നിറങ്ങിയവരാണ്, ഒരു വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ്. പക്ഷേ മനസ്സുകൾക്ക് കാതങ്ങളുടെ അന്തരമായിരിക്കുന്ന ഒരു ലോകത്ത് ആ പാശ്ചാത്യവൽക്കരണങ്ങളെയൊക്കെ തൊടാതെ വിഴുങ്ങുന്ന ഒരു ആവിഷ്കാരത്തിലേക്ക് അഭിനവ മലയാളി എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് തർക്കമുണ്ട്. കാരണം പലപ്പോഴും എത്തിപ്പെട്ടിട്ടുണ്ട്. പൂന്താന നമ്പൂതിരിപ്പാട് ഞങ്ങളെ മലപ്പുറത്താണ്. അദ്ദേഹത്തിൻ്റെ ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നീ കവിതകൾ ബൃഹത്തായ സന്ദേശങ്ങളാണ് മലയാളിക്ക് പ്രദാനം ചെയ്യുന്നത്. അദ്ദേഹം ഒരു മഹാകവിയാണ്, മഹാകാവ്യം എഴുതിയ തന്നെ മഹാകവിയാണ്. മഹാകവി അക്കിത്തം എന്നാണ് പറയാറുള്ളത്, അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടിനെ പറ്റി. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഊശിക്കുടമ മുറിച്ചു വളർത്തിമേൽ മീശയും പൂണുനൂലൂരിക്കളഞ്ഞവൻ ഒത്തുവായി കൊണ്ടു ജപിക്കേണ്ടി വന്നുമേ ഓക്കാനമേകുന്ന മീനും ഇറച്ചിയും എന്ന് പറഞ്ഞാൽ വേദങ്ങൾ പാരായണം ചെയ്യുന്ന ഓത്തുവായി, അതാണ് വേദങ്ങൾ ഉച്ചരിക്കുന്ന വായാണ് ഓത്തുവായി. അങ്ങനെ ഓത്തുവായി കൊണ്ട് ജപിക്കേണ്ടി, വേദങ്ങൾ ജപിക്കേണ്ടി വന്ന ഓത്തുവായി കൊണ്ട് പിന്നെ ഓക്കാനമേകുന്ന മീനും ഇറച്ചിയും എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ തലമുറകളിൽപ്പെട്ടവർ തന്നെ ഉണ്ടും അങ്ങനെ തന്നെ കഴിച്ചും കൂടിയ ഒരു കാലഘട്ടം. അപ്പം ഇടിഞ്ഞുപൊളിഞ്ഞ ലോകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എല്ലായിടത്തും പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുസ്ലിം കുടുംബങ്ങളിൽ സംഭവിച്ചു, ഹൈന്ദവ കുടുംബങ്ങളിൽ സംഭവിച്ചു, ക്രൈസ്തവ കുടുംബങ്ങളിൽ സംഭവിച്ചു, ബുദ്ധ കുടുംബങ്ങളിൽ സംഭവിച്ചു. അങ്ങനെ പ്രാചീന കാലം മുതൽ നമ്മൾ അനുഷ്ഠിച്ചു പോന്നിരുന്ന ചില ചിട്ടവട്ടങ്ങൾ, ഓരോന്നിനും ആചാരമര്യാദകൾ, രീതിശാസ്ത്രങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അത് ധാർമ്മികതയിലും കണ്ടറിവുകളിലും ഒക്കെ അധിഷ്ഠിതമായിരുന്നു എന്നാണ് കവി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ 3 ദിവസം മുമ്പ് പ്രത്യക്ഷപ്പെട്ട ഒരു പത്രത്തിലെ ഒരു വാർത്ത എന്നെ കൂടുതൽ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇന്ത്യ രാജ്യത്ത് പ്രസിദ്ധീകൃതമാകുന്ന ഒരു മെഡിക്കൽ ജേണലാണ് ലാൻസെറ്റ്. ഈ അടുത്ത് ഒരു പഠനം നടത്തി. 7 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കൗമാരക്കാരായ കൊച്ചുകുട്ടികളുടെ രക്ഷിതാക്കളിലാണ് ഈ ഒരു കാനേശുമാരി നടത്തിയത്. ആ കാനേശുമാരിയുടെ ഈ ഒരു കണക്കെടുപ്പിൻ്റെ ഞെട്ടിപ്പിക്കുന്ന അനന്തര ഫലം ഈ ലാൻസെറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഈ മെഡിക്കൽ ജേണൽ പ്രസിദ്ധീകരിക്കുകയാണ്, പുറത്തുവിടാൻ. അതിലവർ പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ഈ പ്രായത്തിൽ, ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ 66% കുട്ടികളും ടെക് അഡിക്ഷനിലാണ്, ഇൻ്റർനെറ്റ് അടിമത്തത്തിലാണ്. അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ, OTT പ്ലാറ്റ്ഫോമിൽ, ഗെയിം ആപ്പുകൾ, അങ്ങനെ ഉള്ള ഒരു വ്യവഹാരത്തിലാണ് അവരുള്ളത്. വ്യാപാരമെന്തു ഹനനനാം വനവേടനുണ്ടോ, വ്യാപന്ന മധു കഴുകനെന്നും കബോധമെന്നും. മലയാളത്തിൽ അങ്ങനെ ഒരു കവിതയില്ലേ? വ്യാപാരം അല്ലേ? ഈ സോഷ്യൽ മീഡിയയാകുന്ന അല്ലെങ്കിൽ ലഹരിയാകുന്ന, അസമത്വമാകുന്ന, മിശ്രജീവിതമാകുന്ന, പാരമ്പരാഗതമായി കുടുംബത്തിൽ നിന്ന് കിട്ടിപ്പോന്ന സംസ്കാരങ്ങളെ മുഴുവൻ കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർ പുതിയ പുതിയ സംസ്കാരങ്ങളെ നമ്മളെ മക്കളും ഒക്കെ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നോക്കി നിൽക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. അതാണ് ഈ സോഷ്യൽ മീഡിയ നേതൃത്വങ്ങൾക്ക് എന്ത് വ്യാപാരമെന്ത് ഹനനനാം വനവേടനുണ്ടോ. ഈ വ്യാപാരം പൊടിപൊടിക്കുമ്പോൾ ഹനനൻ, ഹനിക്കുന്നവൻ അല്ലേ, ലോകത്തെ ഹനിക്കാൻ വന്ന ഈ കാട്ടാളനാകുന്ന നാരദനാകുന്ന ഈ വനവേടനുണ്ടോ. വ്യാപന്ന മധു കഴുകനെന്നും കബോധമെന്നും. വ്യാപന്നം, തൻ്റെ അസ്ത്രത്തിൻ്റെ കണവലിക്കുമ്പോൾ പുറപ്പെടുന്ന തൻ്റെ അമ്പിൻ്റെ, അസ്ത്രത്തിൻ്റെ, തൻ്റെ ടൂളിൻ്റെ, തൻ്റെ മൂർച്ചയേറിയ വിഷം പുരട്ടിയ ആയുധത്തിൻ്റെ ഇര വ്യാപന്നം. ഈ വ്യാപാരം നടക്കുന്നത്, ഈ വ്യാപാരത്തിൻ്റെ ഇര, അതാണ് വ്യാപന്നം. അത് കഴുകൻ എന്ന് പറഞ്ഞാൽ ഒരു കാട്ടാളത്വത്തിൻ്റെ പ്രതീകമാണ്. കബോധം എന്ന് പറഞ്ഞാലോ, കബോധം സ്നേഹത്തിൻ്റെ പ്രതീകമാണ്, ആർദ്രതയുടെ പ്രതീകമാണ്, ലാളിത്യത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് UNO പോലെയുള്ള വലിയ വലിയ ഐക്യരാഷ്ട്ര സംഘടനകൾ പോലെയുള്ള വലിയ വലിയ സംഘടനകളൊക്കെ തന്നെ ചില ചടങ്ങുകളെ ഉദ്ഘടിച്ച് ആനയിക്കുമ്പോൾ വെള്ളരിപ്രാവിനെ പറത്തിയിട്ട് തുടക്കം കുറിക്കുന്നത്. വെള്ളരിപ്രാവ് അത് തൻ്റെ കൊക്കിൽ കൊത്തിയെടുത്ത ഒരു ഒലീവ് ചില്ലയുണ്ട്. ഒലീവ്, UNOയുടെ പ്രസംഗപീഠത്തിൻ്റെ പാർശ്വഭാഗത്ത് കൊത്തിവെച്ചത് 2 ഒലീവ് ചില്ലകളാണ്. ഒലീവ് സമാധാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. പ്രാവ് അത് സമാധാനത്തിൻ്റെ മറ്റൊരു പ്രതീകമാണ്.
ഉറുദു ഭാഷയിലും ഹിന്ദി ഭാഷയിലും കബൂത്തർ എന്ന് പറയുന്ന, നമ്മളെ മലയാള ഭാഷയിൽ ആണിനും പെണ്ണിനും വ്യത്യസ്ത പേരുകളുള്ള കബോധം, കബോധി, ആൺപ്രാവ് കബോധം, പെൺപ്രാവ് കബോധി എന്ന് നമ്മൾ പറയുന്ന കബോധം അല്ലേ, പ്രാവ്. അപ്പം പ്രാവാവട്ടെ അതുപോലെ തന്നെ കഴുകനാകട്ടെ, ആരായാലും കുഴപ്പമില്ല, സോഷ്യൽ മീഡിയയുടെ ഇര ആരായാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു വാണിജ്യം അരങ്ങ് തകർന്നുകൊണ്ടിരിക്കുന്ന കുതൂഹലങ്ങളുടെ, കലഹങ്ങളുടെ, കോലാഹലങ്ങളുടെ, വിഹ്വലതകളുടെ ലോകത്താണ് എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വയസ്സായ ആളുകളെ നോക്കാൻ ആളില്ല. അവരോട് ആർദ്രമായ ഒരു വർത്തമാനം പറയാൻ ആർക്കൊന്നും കഴിയുന്നില്ല. 74 വയസ്സായ നമ്മുടെ അച്ചമ്മയോട്, അമ്മച്ചിയോട്, വലിയമ്മച്ചിയോട് നമ്മൾ പറയാണ്, വലിയമ്മച്ചി ഇങ്ങനെയൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല, ഇപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനെ പറയാറില്ല. നിങ്ങൾ ഈ ആള് കൂടുന്നിടത്ത്, ജനങ്ങൾ കൂടുന്നിടത്ത്, വീട്ടിൽ അതിഥികൾ വരുന്നിടത്ത് ഇങ്ങനെ പരിസരവും അതുപോലെ തന്നെ സാഹചര്യവും ഒന്നും പരിഗണിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് പുതിയ തലമുറക്ക് ദഹിക്കില്ല എന്ന് ആരാ പറയുന്നത്? പൗത്രൻ അല്ലെങ്കിൽ പൗത്രി അല്ലേ? പേരക്കുട്ടി പോയിട്ട് വല്യമ്മച്ചിയുടെ അടുത്ത് പറയാൻ. അപ്പൊ ആ വല്യമ്മച്ചി എന്ത് ചെയ്യണം? 74 കൊല്ലം താൻ കണ്ടത്, അനുഭവിച്ചത്, പഠിച്ചത്, ശീലിച്ചത്, ചെയ്തത് ഒരൊറ്റ പേരക്കുട്ടിയാകുന്ന സോഷ്യൽ മീഡിയ അഡിക്ഷന്റെ പ്രതീകമാകുന്ന ആ ഒരൊറ്റ പേരക്കിടാവിന്റെ ഡയലോഗിലൂടെ തൂത്തെറിയണം, തകർത്ത് തരിപ്പണാക്കണം. എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അപ്പൊ അത് ഡെമോളിഷ് ആവാൻ. പാവപ്പെട്ടിരിക്കുന്ന വാർദ്ധക്യത്തിന്റെ അസ്തമാന സൂര്യനെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പിതാമഹനും പിതാമഹതിയും മാതൃമഹനും ഒക്കെ തന്നെ ഇങ്ങനെ വിഷണ്ണരായിട്ട് ഒരു തരം വിഷാദ രോഗത്തിലേക്ക് കടന്നു പോകാൻ. അവർ നോക്ക് നിങ്ങൾ, അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്താ അവർക്ക് കൂട്ടിനുള്ളത്? ഒരു 17 വയസ്സുള്ള 25 വയസ്സുള്ള ഒരു കുട്ടി ഒരു ക്ലിനിക്കിൽ പോയി ഒരു ഡോക്ടർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഡോക്ടർ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്ത് ഒരു മ്ലാനതയുടെ നിഴലാട്ടം പോലും ഇല്ല. ഓക്കെ, ഞാൻ ഡീൽ ചെയ്തോളാം. അവൻ വാട്സപ്പ് തുറക്കാൻ, അവൻ ഫേസ്ബുക്ക് തുറക്കാൻ, അവൻ ഡാറ്റ ഓൺ ചെയ്യാൻ, അവന് സമയം പോയത് അറിയുന്നില്ല. പക്ഷേ പഴയ കാലത്ത് അങ്ങനെയല്ല. വല്യമ്മച്ചിയുടെ മുമ്പിൽ പോയിട്ട് വർത്തമാനം പറയാൻ, കുശലം പറയാൻ, നേരം പോക്കിന് മക്കളൊക്കെ ഘോഷയാത്ര പോലെ ക്യൂ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഇട്ടാവട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടലിൻ്റെ വൃദ്ധസദനത്തിൽ അവർ എന്നോ അള്ളിപ്പിടിച്ച് കയറിയിട്ടുണ്ട്. അത് നമ്മുടെ വീട് തന്നെയാണ്, നമ്മുടെ വീട് തന്നെയാണ്. നമ്മളവരെ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അടച്ചിട്ട റൂമിൽ എത്ര നേരം ഇരിക്കാൻ കഴിയും? പക്ഷേ ആ റൂമിനെ അടച്ചത് പുറത്തു നിന്ന് ഒരാളാണെങ്കിൽ ഒരു നിമിഷം പോലും ആ റൂമിൽ നമുക്ക് ഇരിക്കാൻ കഴിയില്ല. അപ്പം നമ്മളെ വയോവൃദ്ധരായിരിക്കുന്ന വയോജനങ്ങളുടെ മനോഹരമായിരിക്കുന്ന സാമൂഹ്യ ജീവിതത്തിൻ്റെ ഗരിമയെ നഷ്ടപ്പെടുത്തിയത്, അവരെ ഇങ്ങനെ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നത് പുറത്തു നിന്ന് ആരോ വാതിൽ പൂട്ടിയിട്ടാണ്. അതാരാണ്? നമ്മുടെ ജീവിത സാഹചര്യമാണ്. ഞാൻ ഈ അടുത്ത് ദി ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ ഒരു പത്രദ്വാര ആ പത്രത്തിൻ്റെ ഒരു പേജിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചിത്രം. ഒരു റെയിൽവേ സ്റ്റേഷനാണ്, രംഗവേദി. അതിനകത്ത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗത്ത് ഒരുപാട് ആളുകൾ തിരക്കോടെ നടന്നു പോകുന്നു, യാത്രക്കാർ. അവിടെ അതിൻ്റെ പാർശ്വഭാഗത്ത് ഒരു തെരുവ് നായ അങ്ങനെ കിടന്നുറങ്ങുന്നു. ആ തെരുവ് നായയുടെ ഓരം ചാരി തൊട്ടടുത്ത് ഒരു വയോവൃദ്ധനായ മനുഷ്യൻ കിടന്നുറങ്ങുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ കൊടുത്തൊരു അടിക്കുറിപ്പുണ്ട്. അത് സ്തോഭവും ഹൃദയജനഭേദകവുമാണ്. എന്തായിരുന്നു അടിക്കുറിപ്പ് അറിയോ? ഒന്നുമല്ല, വാർദ്ധക്യം എന്നെ ആർക്കും വേണ്ടാത്തവനാക്കി. ഈ വയോവൃദ്ധം പറയാൻ, വാർദ്ധക്യം എന്നെ ആർക്കും വേണ്ടാത്തവനാക്കി. നമുക്കുള്ള പണിയെടുക്കുന്നത് നമ്മളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് നാമേ പണിവതു നാഗം നരകവും. അതുപോലെ ഉറുദു ഭാഷയിൽ ഒരു മനോഹരമായ ഷിയർ കവിതയുണ്ട്. അതിങ്ങനെയാണ്: അമൽ സേ ജിന്ദഗി ബൻതി ഹേ, അമൽ സേ ജിന്ദഗി ബൻതി ഹേ, जन्नत भी जहन्नम भी, वहाँ की अपनी फितरत में न नारी है न नूरी है। अमल से जिंदगी बनती है, हमारी जिंदगी हम अपने ही अमल से बनाते हैं। परों के अमल से एक आदमी को जन्नत हरगिज नहीं पाते हैं. വേറൊരാൾ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് നമുക്കാർക്കും സ്വർഗസ്ഥനാവാൻ കഴിയില്ല. വേറൊരാൾ അപരാധം ചെയ്തതിൻ്റെ പേരിൽ നമ്മളാരും നരകസ്ഥനും ആവില്ല.
അതാണ് അമൽ സേ ജിന്ദഗി ബൻതി ഹേ ജന്നത്ത് ബി ജഹന്നം ബി. നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. അത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. നമ്മളെ അധ്വാനം, നമ്മളെ പണി, നമ്മൾ എടുക്കുന്ന അശ്രാന്ത പരിശ്രമങ്ങള്, നമ്മുടെ ഉത്തരവാദിത്തങ്ങള്, നമ്മുടെ ക്രയവിക്രയങ്ങള്, അതാണ് സ്വർഗവും നരകവും നമുക്ക് തരണം എന്ന് തീരുമാനിക്കുന്നത്. വഹാക്കി അപ്പിനി ഫിത്രത്തുമേ. നമ്മൾ ആരാണ്? നമ്മൾ മണ്ണാണ്. നമ്മൾ മണ്ണായവനാണ്. നനാരീഹേ നൂരീഹേ. നമ്മൾ നാറിന്റെയും നൂറിന്റെയും ആളല്ല. ഇവിടെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. പുണ്ട്രമോ പൂണനൂൽ താനോ. കുമാരനാശാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പുണ്ട്രമോ പൂണനൂൽ താനോ ശിഖാ ഷണ്ഡമോ ജന്മമതാനോ. അല്ലേ? നമ്മളെ തരം തിരിക്കുന്നത് ഒന്നുമല്ല. അതുകൊണ്ട് പണിയെടുക്കുക, നമ്മൾ അധ്വാനിക്കുക, സ്നേഹിച്ച് ജീവിക്കാൻ കഴിയുന്നിടത്തോളം കാലം നമ്മൾ സ്നേഹിച്ച് ജീവിക്കുക. ഈ അടുത്ത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാങ് കാങ് എന്ന് പറയുന്ന ഒരു സഹോദരിക്കാണ്. അവരൊരു യുവതിയാണ്, അല്ലെങ്കിൽ യുവത്വം വിട്ട് മധ്യവയസ്സിലേക്ക് എത്തി നോക്കുന്ന ഒരു സാഹിത്യകാരിയാണ്. അവരുടെ ദി വെജിറ്റേറിയൻ എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട മാറ്റി നിർത്തിയ ഒരു ജനതയുടെ നേരെ തിരിച്ചു പിടിച്ചിരുന്ന ഒരു മനോഹരമായ ടോർച്ചായിരുന്നു അവരുടെ തൂലിക. അതുകൊണ്ട് ഇരുട്ടിൽ തപ്പിത്തടയുന്ന ബിഹൈൻഡ് ദി കർട്ടൻ, തിരശീലയുടെ അപ്പുറത്ത് നരകയാതന സഹിച്ചുകൊണ്ടിരിക്കുന്ന അബ്രപാളിയിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു ജനതയുടെ ജീവിതത്തെ തൂലിക ചലിപ്പിച്ച് ഒരു ആവിഷ്കാരം പോലെ ഹാങ് കാങ് എന്ന് പറയുന്ന ദക്ഷിണ കൊറിയയിലെ എഴുത്തുകാരി ലോകത്തിന്റെ അബ്രപാളികളിലേക്ക് ആ ഓരോ അക്ഷരങ്ങൾക്കും നിറം പകർന്ന് പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ അവരെ നോബൽ പ്രൈസ് തേടി വരികയുണ്ടായി. അതിൽ മുഴുവൻ അവശത അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ ജീവിതത്തിന്റെ ഛായാചിത്രങ്ങളെയാണ് മനുഷ്യന്റെ മുമ്പിലേക്ക് വളരെ രമ്യതയോടുകൂടെ പരാവർത്തനം നടത്തുന്നത് അവര്. അപ്പൊ നമുക്ക് അതിലൊക്കെ ഒരു പരിഹാര മാർഗങ്ങളുണ്ട്. ഈ പ്രകൃതിയിൽ നിന്ന് പച്ചപ്പ് നീങ്ങിപ്പോകുന്ന ഒരു കാലമാണ്. മനുഷ്യന്റെ ചുണ്ടിൽ നിന്ന് പുഞ്ചിരി നീങ്ങിപ്പോകുന്ന ഒരു കാലമാണ്. എന്റെയും നിങ്ങളുടെയൊക്കെ കണ്ണുകളിൽ നിന്ന് പശിമ നീങ്ങിപ്പോകുന്ന ഒരു കാലമാണ്. നമ്മുടെയൊക്കെ ഇത്ര പോകുന്ന ഹൃദയത്തിൽ നിന്ന് ആർദ്രത നീങ്ങിപ്പോകുന്ന ഒരു കാലമാണ്. അങ്ങനെ നമ്മളൊരു സ്റ്റാച്യു പോലെ, ഒരു മനുഷ്യന്റെ പ്രതിരൂപം പോലെ, ഒരു കല്ലിൽ കൊത്തിവെക്കപ്പെട്ട ശിലാരൂപം പോലെ നമ്മൾ അങ്ങനെ ജീവിക്കുന്നു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മാത്രയിൽ നമ്മൾ അങ്ങനെ ജീവിക്കുന്നു. അവിടെയാണ് ആധ്യാത്മികതയുടെ കിരണങ്ങൾ അന്തരാളത്തിലേക്ക് ഇങ്ങനെ ഓളം പോലെ ഒഴുകിയെത്തുമ്പോൾ ഒരു ചിരി പ്രത്യക്ഷപ്പെടാൻ. എൻ്റെ അകത്ത് ഈ ദീപത്തിന്റെ ഒരു പ്രകാശം എത്തിയപ്പോഴാണ് മുഖത്ത് ഒരു പുഞ്ചിരിയാകുന്ന ദീപം ജ്വലിച്ചത്. അപ്പൊ അകത്തെ ദീപമാണ് പുറത്തെ ദീപം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകണം. ഈ അടുത്ത് ഞാൻ ഒരു 16 വയസ്സുകാരനായ ഒരു കൗമാരക്കാരന്റെ ഒരു കവിത ഫേസ്ബുക്കിലൂടെ പ്രത്യക്ഷപ്പെട്ട ഒരു കവിത വായിക്കാനിടയായി. അവൻ ഇങ്ങനെ പറയാതെ പറഞ്ഞു പോവാൻ. പള്ളിക്കാടിനടുത്താണ് എൻ്റെ വീട്. ഒരു മുസ്ലിം കുട്ടിയാണവൻ. അതുകൊണ്ട് പള്ളിക്കാട് എന്നവൻ പറഞ്ഞു. പള്ളിക്കാടിനടുത്താണ് എൻ്റെ വീട്. അപ്പൊ അവന്റെ വീട് ഒരു ഖബർസ്ഥാനിന്റെ, ശ്മശാനത്തിന്റെ, സെമിത്തേരിയുടെ ഒരു പാർശ്വഭാഗത്താണ്. ആ വീട്ടിലെ ഡൈനിങ് ഹാളിൽ നിന്ന് അവന്റെ ജാലകപ്പാളി ഒന്ന് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ മരിച്ചു പോകുന്നവരെയും കാണാൻ അവന് കഴിയുന്നതാണ്. അതാണ് അവന്റെ കവിതയുടെ ഇതിവൃത്തം. പള്ളിക്കാടിനടുത്താണ് എൻ്റെ വീട്. ദിവസവും പല ഖബറുകൾ അവിടേക്ക് വിരുന്നു വരും. ഓരോ മരിച്ച ആളുകളെ, ഭൗതിക ശരീരങ്ങളെ ബന്ധുമിത്രാദികൾ കൊണ്ടുവരും എന്നല്ല അവൻ പ്രയോഗിച്ചത്. ഓരോ ദിവസവും അവിടേക്ക് പല ഖബറുകൾ വിരുന്നു വരും. വൃദ്ധന്റേത്, കുട്ടിയുടേത്, പുരുഷന്റേത്, സ്ത്രീയുടേത്, പണ്ഡിതന്റേത്, പാമരന്റേത്, ഉന്നതന്റേത്, അധസ്ഥിതന്റേത്, അവർണന്റേത്, സ്വവർണന്റേത്, സവർണന്റേത്. ഒടുക്കം ഒരു ദിവസം അവിടേക്ക് ഒരു ഖബർ വിരുന്നു വന്നു. ഒരു ദിവസം അവിടേക്ക് ഒരു ഖബർ വിരുന്നു വന്നു. പക്ഷേ ആ ഖബറു കാണാൻ ഞാൻ മാത്രമില്ലായിരുന്നു. അങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത്. ആ കവിത വായിച്ച ആൾക്ക് അറിയാതെ ബോധ്യപ്പെടുകയാണ് അന്ന് മരിച്ചത് അവനാണ്. ആര്? ഈ 16-കാരനാണ് അന്ന് മരിച്ചത്. അതാണ് അവൻ പറയാതെ പറയുന്നത്. ഞാനാണെന്ന് മരിച്ചത് എന്നാണ് ആ കുട്ടി പറയാതെ പറയുന്നത്. അവന്റെ സമപ്രായക്കാരായ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന സമാന ചിന്താഗതിക്കാരും സമപ്രായക്കാരുമായിരിക്കുന്ന കുട്ടികൾക്ക് ആ 16-കാരൻ നൽകിയ
ഒരു ശക്തമായ ബോധമുണ്ട്. എന്താണ്? ജീവിക്കുന്ന കാലത്ത് പരസഹായിയായി ജീവിക്കുകയും മരിച്ചു കഴിഞ്ഞാലും വീണ്ടും ജീവിക്കുകയും ചെയ്യുക, അല്ലേ? ചില ആളുകൾ അങ്ങനെയാണ്, ജീവിച്ചുകൊണ്ടിരിക്കെ തന്നെ അവർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. മറ്റു ചില ആളുകൾ നമുക്കിടയിൽ വേറെ രീതിയിലാണ്. അതെങ്ങനെയാണ്? മരിച്ചു കഴിഞ്ഞാലും അവർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടാകും. രണ്ട് രൂപമാണ് മനുഷ്യൻ. ജീവിച്ചുകൊണ്ടിരിക്കെ മരിക്കുന്നവരുണ്ട്, അവരെവിടെയും പ്രത്യക്ഷപ്പെടൂല. ഒരു പൊതുരംഗത്ത് അവരുണ്ടാകില്ല, ഒരു ചാരിറ്റിയിൽ അവരുണ്ടാകില്ല, ഒരു കിഡ്നി രോഗി ഡയാലിസിസ് ചെയ്യുന്ന വാർത്ത അവർ അറിഞ്ഞിട്ടുണ്ടാകില്ല, ഒരു ഭക്ഷണത്തിന്റെ കിറ്റ് കൊടുക്കുന്നിടത്ത് അവരുടെ വിയർപ്പിന്റെ ഒരു കണികയുടെ ലാഞ്ചന പോലും കുടികൊള്ളുന്നുണ്ടാകില്ല. അങ്ങനെ ജീവിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞ ജന്മങ്ങൾ ഇവിടെയുണ്ട്. എന്നാലോ മരിച്ചു കഴിഞ്ഞിട്ടും ജീവിക്കുന്നവരുണ്ട്. രത്തൻ ടാറ്റ, അദ്ദേഹം ഒരു പാഴ്സി മതക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മതത്തിന്റെ അളവുകോലിലോ അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ പ്രത്യയശാസ്ത്ര വിശ്വാസധാരയുടെ അളവുകോലിലോ അല്ല ഇന്ന് 135 കോടിയിൽ പരം വരുന്ന ഭാരതീയനും അതിൻ്റെ അപ്പുറം വരുന്ന ലോകത്തെ മറ്റുള്ള മനസാക്ഷിയുള്ള മനുഷ്യരും അദ്ദേഹത്തെ വായിക്കുന്നത്. ഹു ഈസ് രത്തൻ ടാറ്റ? ആരായിരുന്നു അദ്ദേഹം എന്ന് വായിക്കാൻ, അല്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ മുംബൈ നഗരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു അച്ഛൻ ബൈക്ക് ഓടിക്കുന്നു, നടുവില് കൊച്ചു കിടാവ് ഇരിക്കുന്നു, പിന്നില് അദ്ദേഹത്തിന്റെ ഭാര്യ, ഈ കിടാവിന്റെ അമ്മ ഇരിക്കുന്നു. വെയിലത്ത് വിയർത്തൊലിച്ചിട്ട് മുംബൈയുടെ ഒരു നഗരവീതിയിലൂടെ അവർ പോകുമ്പോൾ നടന്നു പോകുന്ന രത്തൻ ടാറ്റ പറയാണ് കൂടെയുള്ള ഒരാളോട്, ഈ പാഴ് സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവർക്കും നമുക്ക് അവരുടെ സ്വപ്നങ്ങളെ ഒന്ന് നെയ്ത് കൊടുക്കണ്ടേ? അദ്ദേഹം പിന്നെ റൂമിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ എഞ്ചിനീയർ വിളിച്ചിട്ട് പറയാണ്, പാവപ്പെട്ടവന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വെയിൽ കൊള്ളാത്ത മഴ കൊള്ളാത്ത ഒരു കാറ്, ഒരു കൊച്ചു വാഹനം നമുക്ക് എന്തുകൊണ്ട് യാഥാർത്ഥ്യമാക്കിക്കൂടാ? ആ സ്വപ്നത്തിൽ നിന്ന് പറഞ്ഞതാണ് ഗിന്നസ് റെക്കോർഡിലേക്ക് കടന്നുപോയ അന്നത്തെ 1 ലക്ഷം രൂപയുടെ നാനോ കാർ എന്ന് പറയുന്നത്. അദ്ദേഹം പേരെടുക്കാൻ വേണ്ടി ചെയ്തല്ല, പിന്നെ അരുപറ്റി നിൽക്കുന്ന ജന്മങ്ങളെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ആർദ്രതയുടെ കണികയാണ് ആ വാഹനത്തിന്റെ ഇന്ധനം എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങൾ. അമേരിക്കയിൽ അദ്ദേഹത്തിന് റെസ്റ്റോറന്റ് ഉണ്ട്. ഒരു ദിവസം അദ്ദേഹം അമേരിക്കയിൽ പോയി തൻ്റെ സ്വന്തം പേരിലുള്ള റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അമേരിക്കക്കാരായിരിക്കുന്ന ആ ഹോട്ടലിലെ ജീവനക്കാർക്ക് സാക്ഷാൽ മുതലാളിയാണ് ഭക്ഷണത്തിന് വേണ്ടി വന്നു കയറിയത് എന്നറിയില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സെക്രട്ടറി ഹോട്ടലിലെ ജീവനക്കാരോട് ഇത് മുതലാളിയാണ് എന്ന് പരിചയപ്പെടുത്താൻ എണീറ്റ് നിൽക്കുമ്പോൾ സാഹസപ്പെട്ട് അദ്ദേഹത്തിന്റെ കരം ഗ്രഹിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കാൻ രത്തൻ ടാറ്റ ആജ്ഞാപിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനാണെന്ന് പറയരുത്. അപ്പൊ അവർക്ക് എന്നെ വിരുന്നൂട്ടുമ്പോ മനസാക്ഷി കുത്തുണ്ടാകും. സൂക്ഷ്മതയോടുകൂടെ അവർ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ അവർക്ക് അതിൽ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാകും. വേണ്ട, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാ. തടയാണ് അദ്ദേഹം. 3 ദിവസമാണ് അദ്ദേഹം ആ ഹോട്ടലിൽ പോയിട്ട് ഭോജനം ഭുജിച്ചിട്ട് ആത്മനിർവൃതിയോടുകൂടെ തിരിച്ചു വന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജീവനക്കാർക്ക് ഇത് ബോധ്യപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തിന്റെ ഓരോ അളവിലും, അല്ലേ, ശന്തനു നായിഡു എന്ന് പറയുന്ന ഒരു 20 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ മെയിലേക്ക് ഡൽഹിയിൽ നിന്ന് രത്തൻ ടാറ്റക്ക് തെരുവ് ജീവികൾ, നായയും പട്ടിയും പൂച്ചയുമാകുന്ന തെരുവ് ജീവികൾക്ക് ഭക്ഷണമില്ലാതെ വിശന്നിട്ട് ശരീരത്തിൽ വ്രണം ബാധിച്ചിട്ട് അവയെ ശുശ്രൂഷിക്കാനോ പരിചരിക്കാനോ സംരക്ഷിക്കാനോ ഇവിടെ ഒരു സംവിധാനമില്ല. അതുകൊണ്ട് എനിക്കതൊന്ന് തുടക്കം കുറിക്കണം എന്ന് താല്പര്യമുണ്ട് എന്ന് 20 വയസ്സുള്ള ഒരു ശന്തനു നായിഡു മെയിൽ അയക്കുമ്പോൾ ആ മെയിൽ സ്വീകരിച്ച രത്തൻ ടാറ്റ അടുത്ത ദിവസം ശന്തനു നായിഡുവിനോട് മുംബൈയിൽ എത്താൻ ആജ്ഞാപിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ആ കുട്ടി എത്തുന്നു. എത്തിയ മുറക്ക് അവന്റെ കാര്യങ്ങൾ അദ്ദേഹം സശ്രദ്ധം ഗ്രഹിക്കുന്നു. അത് ഗ്രാഹ്യമാണ്, അത് ഗ്രഹിക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അവനെ സ്വന്തം പേഴ്സണൽ സ്റ്റാഫുകളുടെ കൂട്ടത്തിലേക്ക് അദ്ദേഹം ആസനസ്ഥനാക്കുന്നു, ആരൂഢനാക്കുന്നു. ഇന്ന് 30 വയസ്സാണ് ശന്തനു നായിഡുവിന്. അവന്റെ ഓരോ റീൽസും ഞാൻ യൂട്യൂബിലൂടെ അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എല്ലാം കണ്ടന്റുള്ള വർത്തമാനങ്ങളാണ്. എല്ലാം അങ്ങനെയാണ്, കരുതലുള്ള വർത്തമാനങ്ങളാണ്. ഒരു മനുഷ്യന്റെ അരുപറ്റി നിന്നപ്പോൾ കിട്ടിയതാണ്. അതേ അങ്ങനെ മരിച്ചു പോവാൻ. സ്വന്തം സമ്പത്തിന്റെ 60% പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്ര നാരായണന്മാർക്ക് വേണ്ടി മരിക്കുന്നതിന്റെ മുൻപ് തന്നെ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ട് നക്ഷത്രങ്ങളെ പ്രണയിച്ച് മഴയെ കിനാവ് കണ്ടിട്ട് മൗനിയായിട്ട് മന്ദസ്മിതം തൂകി നടന്നുപോയൊരു മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇന്നും എൻ്റെ ഈ വാക്കിലൂടെ ഈ സദസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരശതം വാക്കുകളിലൂടെ പരസഹസ്രം സദസ്സുകളിൽ അദ്ദേഹം ഇപ്പോഴും ചിരഞ്ജീവിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? മനുഷ്യന്റെ കർമ്മങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉറുദു കവിതയുടെ സാരം. അമൽ സേ ജിന്ദഗി ബൻതി ഹേ. നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ജീവിതമാക്കുന്നത്. എനിക്കും നിങ്ങൾക്കും സ്വർഗം നൽകുന്നത് നമ്മുടെ നല്ല നിഷ്കളങ്ക മനോഭാവത്തോടെ
നീയത്ത്, നല്ല നീയത്തോടു കൂടെയുള്ള സ്വാലിഹായ അമലുകളാണ്, നല്ല കർമ്മങ്ങളാണ്. അതാണ് സച്ചരിതമായ കർമ്മങ്ങൾ. അറബി ഭാഷയിൽ പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ്, സച്ചരിതമായ കർമ്മങ്ങൾ. അപ്പൊ സമ്പത്തിനെ അങ്ങനെയും വിനിമയം ചെയ്യാമെന്ന് മുംബൈയുടെ നടുത്തട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ അതേ മുംബൈയിലാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വീടിന്റെ ഉടമയായ മുകേഷ് അംബാനി തന്റെ മകനായ ആനന്ദിന്റെയും രാധിക മർച്ചന്റിന്റെയും കല്യാണം നടത്തിയത് അല്ലേ? 200 പ്രൈവറ്റ് ജെറ്റ് വിമാനങ്ങളാണ് സ്വന്തം മകന്റെ കല്യാണത്തിന് വേണ്ടി ഒരു മുതലാളി വാടകക്കെടുത്തത്. 200 ജെറ്റ് വിമാനങ്ങൾ വാടകക്കെടുക്കണമെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചോക്ക്. എന്നിട്ട് അവരുടെ തറവാട് കുടുംബ നാടായിരിക്കുന്ന ഗുജറാത്തിലെ ജാംനഗറിൽ വെച്ച് ഒരു പ്രീ വെഡിങ് മാരിറ്റൽ ഫംഗ്ഷൻ നടക്കുക. അതിന് 1200 കോടി രൂപ ചെലവായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുംബൈയിലേക്ക് തിരിച്ചു വരാൻ, മുംബൈയിലെ ബാന്ദ്രയിലെ കുർളയിലെ ജിയോ വേൾഡ് സെന്ററിൽ വെച്ച് നടന്നിട്ട് വലിയൊരു കല്യാണത്തിന്റെ പ്രീ വെഡിങ് മഹാമഹം നടക്കുക. ആരാ അതിലേക്ക് പാട്ടുപാടാൻ വരുന്നത്? ലോക പോപ്പ് സംഗീതജ്ഞയായ റിഹാനയാണ്. റിഹാന 40 മിനിറ്റ് പാട്ടുപാടിയതിന് 46 കോടി രൂപയാണ് വാങ്ങിക്കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറ്റലിയിലേക്ക് പോവാൻ, ഇറ്റലിയിൽ പറക്കുന്ന ഒരു പാരഡൈസ് പോലെയുള്ള ഒരു കപ്പലുണ്ട്. ആ മനോഹരമായ കപ്പലിന്റെ അടുത്ത പരിപാടി നടക്കാൻ കാറ്റി പെറിയാണ് കടന്നു വരുന്നത്. ആരാ കാറ്റി പെറി? എൻ്റെ പ്രിയപ്പെട്ടവരെ, ചർച്ചുകളിൽ നിന്ന് ഗാനം തുടങ്ങിയിട്ട് ഇന്ന് ലോകത്ത് കോടികൾ വില പറയുന്ന സംഗീതജ്ഞയാണ്, അമേരിക്കക്കാരിയാണ് കാറ്റി പെറി. കാറ്റി പെറിക്ക് 48 കോടി രൂപയാണ് കൊടുത്തത്. ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ മുംബൈയിലേക്ക് വരികയാണ്. ജിയോ വേൾഡ് സെന്ററിൽ വെച്ചിട്ട് സംഗീത ഉത്സവ് എന്ന് പറയുന്ന ഒരു പരിപാടി വേറെ നടക്കുകയാണ്. ആരാ വന്നത്? ജസ്റ്റിൻ ബീബർ എന്ന് പറയുന്ന ലോകത്തെ യുവത്വത്തിന്റെ സിരകളിലൂടെ ത്രസിച്ചു കൊണ്ടിരിക്കുന്ന ആവേശം, അവനാ വന്നത്. എന്താ ജസ്റ്റിൻ ബീബർ 42 മിനിറ്റ് പാട്ടുപാടിയതിന് ജസ്റ്റിൻ ബീബറിന്റെ അക്കൗണ്ടിലേക്ക് അംബാനിക്ക് കൊടുക്കേണ്ടി വന്നത് 87 കോടി രൂപയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അത് കഴിഞ്ഞ് പിന്നെന്താ ഉണ്ടാകുന്നത്? പിന്നെ മംഗൾ ഉത്സവാണ്. മംഗൾ ഉത്സവ് അല്ലേ? അമീർ ഖാനും പിന്നെ സൽമാൻ ഖാനും ഷാറൂഖ് ഖാൻ അടക്കമുള്ള ലോകത്തെ ബോളിവുഡിലെ താരരാജാക്കന്മാർ പങ്കെടുക്കുന്നു. ഒരാൾക്ക് 20 കോടി രൂപയുടെ വാച്ചാണ് അംബാനി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ കുടുംബം കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, രാജ്യത്ത് ജീവിക്കുന്ന പരശതം വരുന്ന ദരിദ്ര നാരായണന്റെ വറച്ചട്ടിയിലേക്ക് ഈ നയാ പൈസയുടെ തുട്ട് നാണയങ്ങളുടെ ഒരു അംശം എത്തുന്നില്ല. ഈ 2 ദർശനങ്ങളും ഞാനും നിങ്ങളും ഈ വർഷം തന്നെ കണ്ടത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്, നമ്മുടെ മുംബൈ എന്ന് പറയുന്ന നഗരത്തിന്റെ അകത്താണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, വ്യാപന്ന മധു കഴുകനെന്നും കപോതമെന്നും ജീവിക്കുന്നത് ചില അടയാളപ്പെടുത്തലുകൾക്ക് വേണ്ടിയാണ്. പ്രധാനമന്ത്രിയുടെ 3 ആഴ്ച മുമ്പുണ്ടായിരുന്ന മൻ കി ബാത്ത് എന്ന് പറയുന്ന റേഡിയോ തത്സമയ സംപ്രേഷണ പ്രഭാഷണത്തിൽ നമ്മുടെ മലയാളിയായ ഒരു മനുഷ്യനെ പരാമർശിക്കുകയുണ്ടായി. എൻ്റെ അയൽ ജില്ലക്കാരനായ കോഴിക്കോട്ട് ഒളവണ്ണ സ്വദേശിയായ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ മൻ കി ബാത്തിൽ പരാമർശിച്ചത്. 70 വയസ്സുള്ള സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഒളവണ്ണ സ്വദേശിയായ മനുഷ്യൻ. എന്താ അദ്ദേഹം പരാമൃഷ്ടനാവാൻ കാരണമെന്ന് അദ്ദേഹത്തിന്റെ നാട്ടുകാരായ സംസ്ഥാനക്കാരായ ഞാനും നിങ്ങളും ആലോചിക്കുന്നതും അന്വേഷിക്കുന്നതും ആ വിഷയകമായിട്ടുള്ള ഗവേഷണം നടത്തുന്നതും അങ്ങനെ ഒരു തത്സമയ സംപ്രേഷണ സമ്പ്രദായം പ്രത്യക്ഷപ്പെട്ട് അതിലൂടെ അദ്ദേഹത്തിന്റെ പേര് മുഴങ്ങിക്കേട്ടപ്പോഴാണ്. അപ്പൊ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചരിത്രം? കോഴിക്കോട് ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും മനുഷ്യൻ ഉപയോഗിച്ച് ടോട്ടൽ ലോസ് ആയിട്ട് കട്ടപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ മരക്കട്ടിലുകൾ, കസേരകളൊക്കെ തന്നെ അദ്ദേഹം വീണ്ടും കൊണ്ടുവന്നിട്ട് റീസൈക്കിൾ ചെയ്ത് അതിൻ്റെ ഊടും പാവും ഒക്കെ നെയ്തെടുത്തിട്ട് അത് പോളിഷ് ചെയ്ത് അത് ഉപയോഗശൂന്യമായ വസ്തുക്കളെ വീണ്ടും ഉപയോഗപ്രദമാക്കി മാറ്റി. അങ്ങനെ എത്ര 24,000 ഫർണിച്ചറുകളെ ഈ കണ്ട പുരുഷായുസിൽ ഒളവണ്ണയിലെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വീണ്ടും നിർമ്മിച്ചെടുക്കുകയാണ്. വേസ്റ്റായിട്ട് വലിച്ചെറിയേണ്ട സാധനങ്ങളെ വീണ്ടും റീയൂസ് ചെയ്യാനും അത് വളരെ, അല്ലെങ്കിൽ തന്നെ പറയാറുണ്ട് പഴഞ്ചൻ പരിഷ്കാരാവും എന്നൊക്കെ. വലിയ വലിയ കുടിയിരിക്കുന്ന ഹൗസ് വാമിങ് ചടങ്ങുകൾ നടക്കുന്ന മണിമന്ദിരങ്ങളെ പോലെ തോന്നിക്കുന്ന അലങ്കൃതങ്ങളായിരിക്കുന്ന പുതിയ ഭവനങ്ങളുടെ സിറ്റ് ഔട്ടുകളിലൊക്കെ തന്നെ സ്ഥാനം പിടിച്ച മനോഹരമായിരിക്കുന്ന സിംഹാസനങ്ങളെ പോലെ തോന്നിക്കുന്ന കസേരകൾ, ഇരിപ്പിടങ്ങളൊക്കെ പഴയ ആകൃതിയിലാണ്, പഴയ പകിട്ടിലാണ്, പ്രാചീന ശൈലിയിലാണ്. അതുകൊണ്ടാണ് പഴഞ്ചൻ പരിഷ്കാരം എന്ന് പറയുന്നത്. അതൊരു പരിഷ്കാരാക്കി കൊടുക്കാൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് സാധ്യമായി. അതൊരടയാളപ്പെടുത്തലാണ്. ഒരാഴ്ച മുമ്പ് പ്രത്യക്ഷപ്പെട്ട മലയാള മനോരമയുടെ പത്രത്തിൽ എൻ്റെ അരീക്കോട്, മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയായ ഒരു 15 വയസ്സുള്ള
ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്ന ഒരു കുട്ടിയെ പറ്റിയിട്ടുള്ള ഒരു പെട്ടിക്കോളം വാർത്തയുണ്ടായിരുന്നു. 16-15 വയസ്സുള്ള ഒരു കുട്ടി. അവൻ എന്താ ചെയ്തത്? അവൻ്റെ മനസ്സിൽ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ തോന്നിയൊരു ബോധം, എൻ്റെ നാട്ടിലൂടെ, എൻ്റെ നാടിൻ്റെ ഇടവഴികളിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ ചവച്ചു തുപ്പിയ മിഠായിയുടെ കവർ അങ്ങനെ അപ്പാടെ വലിച്ചെറിയാൻ, അവരെ പൊളിത്തീൻ കവറുകൾ, ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ അങ്ങനെ ഇടാൻ ജനങ്ങൾക്കൊരു ബോധോദയം ഉണ്ടാകണം. അതിനൊരാൾ ശ്രമിച്ചാലേ നടക്കുള്ളൂ. പണിയെടുത്ത് കാണിച്ചു കൊടുത്താൽ ദൃസാക്ഷികളാകുന്നവരുടെ മനസ്സിലെങ്കിലും ഒരു ആന്തോളനവും ഒരു മനസ്സാന്തരവും ജനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു കടാക്ഷമാണ് എന്ന് വിശ്വസിച്ച് ആ കുട്ടി എന്ത് ചെയ്തു? ഒരു 10-15 ചാക്കുകൾ, പഞ്ചായത്തിലെ ഹരിത കർമ്മസേന ഉണ്ടല്ലോ, ആ സ്ത്രീകളെ പോയി സമീപിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് ഒഴിഞ്ഞ ചാക്കുകൾ തരണം, എനിക്കൊരു പണിയുണ്ട്. എന്നിട്ട് അവന് കൊടുത്തു. അവൻ എന്ത് ചെയ്തു? അവൻ്റെ നാട്ടിൻ്റെ ഇട്ടാവട്ടത്തുള്ള ഒന്നിടവിട്ട അല്ലെങ്കിൽ കുറച്ച് ഇടവിട്ട ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിൽ ആൾക്ക് എത്തുന്ന രീതിയിൽ അത് കെട്ടിവെച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു എഴുത്തും, മാലിന്യങ്ങൾ, വേസ്റ്റുകളൊക്കെ ഇതിനകത്ത് നിക്ഷേപിക്കുകയാണ്. അങ്ങനെ അവൻ ദൈനംദിനം നടക്കുകയാണ്. അവൻ കെട്ടിവെച്ച ഈ 10-20 ചാക്കുകൾക്കിടയിലൂടെ ദിവാനിശം അവൻ നടക്കുകയാണ്. അശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് അവൻ നടക്കുകയാണ്. കാണുന്നവരോടൊക്കെ പറയാൻ, ചാക്കിങ്ങനെ നിറഞ്ഞപ്പോൾ ആ പാതി വഴിയിൽ പിന്നെ മിഠായിയുടെ കവറിട്ട കുട്ടിക്ക് തന്നെ ഒരു ബോധോദയം, പിന്നെ എന്തിനാ ഇവിടെ ചാക്ക് വെച്ചത്? ഈ ചാക്ക് എങ്ങനെയാണ് നിറഞ്ഞത്? ആരൊക്കെ കൊണ്ടുപോയിട്ടല്ലേ? അപ്പോൾ വേസ്റ്റ് ഇടാൻ ഒരു കൃത്യമായ സ്ഥലമുണ്ട് എന്ന് ബോധവൽക്കരിക്കലായിരുന്നു അവൻ്റെ ലക്ഷ്യം. യുവാക്കൾ ഇറങ്ങി, വൃദ്ധർ ഇറങ്ങി, ശിശുക്കൾ ഇറങ്ങി, ബാലന്മാർ ഇറങ്ങി. 2 ദിവസം കൊണ്ട് ഈ ചാക്കുകൾ മുഴുവൻ നിറഞ്ഞു. 10-20 ചാക്കുകൾ 2-3 ദിവസം കൊണ്ട് നിറഞ്ഞപ്പോൾ അവൻ ബോധ്യപ്പെടുത്തിയത് എന്തൊക്കെ സന്ദേശങ്ങളാണ്? 2-3 ദിവസം കൊണ്ട് 20 ചാക്ക് നിറയാനുള്ള മാലിന്യം ഈ നാട്ടിലുണ്ട് എന്ന ആദ്യത്തെ സന്ദേശം. രണ്ടാമത്തേതോ, ഈ മാലിന്യങ്ങളൊന്നും പൊതുനിരത്തിലേക്ക് വലിച്ചെറിയാനുള്ളതല്ല എന്ന മറ്റൊരു സന്ദേശം. മൂന്നാമത്തേതോ, അത് അതിലേറെ കടുകട്ടിയുള്ള സന്ദേശമാണ്. ചിന്തിക്കുന്നവരുടെ നെഞ്ചിടത്തിലേക്ക് നീട്ടിപ്പിടിച്ച ഇരട്ടക്കുഴൽ തോക്ക് പോലെയുള്ള സന്ദേശം. അതേതാണ്? നിങ്ങളെപ്പോലൊരു 16 വയസ്സുള്ള കുട്ടിയാണ് ഞാനും, നമുക്കൊക്കെ വേണം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, അല്ലേ? അങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ ഒരു നാടിൻ്റെ മുറ്റത്ത് കൽമഷം കലരാതെ, ആർക്കും യാതൊരു രീതിയിലുള്ള ശത്രുതാ മനോഭാവമോ വൈമനസ്യമോ ആ രുചിരകതയോ നീരസമോ അനിഷ്ടമോ ആരുടേതിൽ നിന്നും സമ്പാദിക്കാതെ മൊഞ്ചോടുകൂടെ അവൻ നിർവഹിച്ച ഒരു ചാരുചിത്രം. അതിന്ന് അൽഷിമേഴ്സ് വന്നാലും നമ്മളാരും മറക്കൂല. എന്തുകൊണ്ടാണ്? അതൊരു പണിയാണ്. ലോകത്ത് അവൻ നിർവഹിച്ച ഒരു പണിയാണ്. അങ്ങനെ ഗൃഹാതുരമായ ഓർമ്മകളെയൊക്കെ തന്നെ പൊടി തട്ടി കൊണ്ടുവന്ന് നമ്മൾ ജീവിക്കുന്ന കാലത്തോളം മറ്റുള്ളവരെ കൂടി ജീവിക്കാൻ പ്രേരിപ്പിച്ചു മരിച്ചു കഴിഞ്ഞാലും അവരിലൂടെ നമ്മൾ ഇവിടെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. ഇല്ലെങ്കിലോ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കും. ഇതിൽ രണ്ടിലും അർത്ഥതലങ്ങൾ വളരെ വ്യതിരിക്തമാണ് എന്നർത്ഥം. ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം, ഇതൊരാണയിട്ട വർത്തമാനമാകണം എന്ന നിഷ്കർഷത നിങ്ങളുടെ മുമ്പിൽ ഈ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സത്വബോധം എന്നെ നിർബന്ധിപ്പിക്കുന്നതുകൊണ്ടാണ്, എന്നെ പ്രേരിപ്പിക്കുന്നതുകൊണ്ടാണ്. മറ്റൊന്നുകൊണ്ടല്ല. നമ്മളൊക്കെ അടുത്ത തലമുറയ്ക്ക് ഈ ലോകത്തെ കൈമാറ്റം നടത്തേണ്ടവരാണ്. മുതലാളി എന്നാ നമ്മൾ പറയാം. ഒരു മുതൽ കയ്യിലുണ്ടെങ്കിൽ മുതലാളി, അല്ലേ? ഉടമസ്ഥൻ എന്നല്ല. എന്താ അതിൻ്റെ അർത്ഥം? കൈയാളുന്നവൻ. അടുത്ത തലമുറ ഇത് കൈയാളാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ടനാളത്തിൽ നിന്ന് ആത്മാവൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ, മൃതി നിങ്ങൾക്ക് സംഭവിച്ചാൽ, പിന്നെ നിങ്ങളുടെ ദേഹത്തിൻ്റെ പേര് മൃതം സംഭവിച്ച ദേഹമാണ്. അതാണ് മൃതദേഹം. അതുവരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞു. പിന്നെ അടുത്ത മുതലിനെ കൈയാളുന്ന മുതലാളി ആരാണ്? അടുത്ത തലമുറയാണ്. അങ്ങനെ എത്ര തലമുറകൾ കഴിഞ്ഞിട്ടാണ് ഞാനും നിങ്ങളും ഈ മഞ്ജുള മനോഹരമായ പന്തലിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുന്നത്. നാളെയും ഇവിടെ ഈ കസേരകൾ നിരത്തപ്പെടും. പക്ഷേ അന്ന് നമ്മൾ എവിടെയോ ശ്മശാനങ്ങളിൽ പോയി അന്തി ഉറങ്ങും, അല്ലേ? ആ ഉറക്കത്തിൽ നമ്മൾ അടുത്ത തലമുറ ഈ കസേരകളിൽ വന്നിട്ട് ഇങ്ങനെ ചമ്പ്രം പടിഞ്ഞ് മനോഹരമായിട്ടിരുന്ന് അടുത്ത തലമുറയിലെ അടുത്ത പ്രഭാഷകന്മാർക്ക് ഇങ്ങനെ ശ്രവണപുടങ്ങളെ തുറന്നു വെച്ച് കൊടുക്കുമ്പോൾ അന്നത്തെ സ്മാരകശിലകൾ, അന്നത്തെ സ്മര്യ കഥാപാത്രങ്ങളായിട്ട് ഇന്ന് ഇരിക്കുന്ന നമ്മളൊക്കെ ആവണം. അതാണ് എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതാ. പുതിയ തലമുറയുടെ മോട്ടോ എന്താണ്? എൻജോയ് ദി ലൈഫ്. അടിച്ചു പൊളിക്കൂ. അച്ഛനെ നോക്കണ്ട, അമ്മയെ നോക്കണ്ട, ബാപ്പാനെ നോക്കണ്ട, ഉമ്മാനെ നോക്കണ്ട, അടിച്ചു പൊളിക്കൂ, അല്ലേ? പുനലൂരിൽ ഗാന്ധി ഭവൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. ഞാനിപ്പോൾ അടുത്ത് പോയി ഗാന്ധി ഭവൻ സന്ദർശിച്ചു. എത്ര അച്ഛനമ്മമാർ, എത്ര ഉപ്പ-ഉമ്മമാർ, ആയിരക്കണക്കിന് അന്തേവാസികൾ. ഇങ്ങനെ നോക്കുമ്പോൾ
പുതിയ വൃദ്ധസദനങ്ങളിലേക്കൊക്കെ കയറിപ്പോകുന്ന മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിൽ മിക്ക ആളുകളും ചിന്തിക്കുന്നത് മക്കൾ കൊണ്ടുപോയാക്കിയിട്ട് വൃദ്ധസദനങ്ങളിൽ എത്തുന്നവരല്ല ഇനി നമ്മൾ പുതിയ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളായിട്ട് കാണാൻ പോകുന്ന ജന്മങ്ങൾ. പിന്നെ മക്കൾക്ക് ഇനി ഞാൻ ഭാരമാകും എന്ന് ഭയപ്പെട്ടിട്ട് സ്വമേധയാ ഇറങ്ങിപ്പോകുന്ന 60 പിന്നിട്ട മാതാപിതാക്കളെ പുതിയ യുഗത്തിൽ ഇനി നമുക്ക് കാണാൻ കഴിയും. കാരണം പുതിയ ലോകം അങ്ങനെയാണ്. MDMAയുടെ ഇപ്പതാ കരുനാഗപ്പള്ളിയുടെ അടുത്ത് കുഞ്ഞുമോൾ എന്ന് പറയുന്ന അർബുദ രോഗിയായ ഒരു സഹോദരിയുടെ ശരീരത്തിലൂടെ അമ്പ് ചാടിച്ച് കയറ്റും പോലെയാണ് വാഹനം ചാടിച്ച് കയറ്റിയത്. പിടികൂടി വളയം പിടിച്ചത് അജ്മലാണ്. അജ്മലിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ശ്രീകുട്ടിയാണ്. അജ്മൽ ഒരു സാധാരണക്കാരൻ. ഡോക്ടർ ശ്രീകുട്ടി നാട്ടിലെ പേരു കേട്ട ഗൈനക്കോളജി വിദഗ്ധ. അതാ ഞാൻ പറഞ്ഞത്, വ്യാപന്ന മധു കഴുകനെന്നും കബോധമെന്നും. ഇന്ന് ഓൺലൈൻ വ്യാപാരങ്ങളുടെ വ്യാപന്നം ഇര, അത് കഴുകനും കബോധമും ഒരുപോലെയാണ്. ഉന്നതൻ എന്നോ താഴ്ന്നവൻ എന്നോ, വലിയ വിദ്യാഭ്യാസമുള്ളവൻ അല്ലെങ്കിൽ പാമരൻ എന്ന് പറഞ്ഞാൽ വിദ്യ തൊട്ട് തീണ്ടാൻ ഭാഗ്യസിദ്ധി ഇല്ലാതെ പോയവൻ, അങ്ങനെയൊന്നുള്ള കണക്ക് പുതിയ ലോകത്തില്ല. എല്ലാവർക്കും എല്ലാത്തിലേക്കും ആക്സസ് ഉള്ള ഒരു ലോകത്താണ് നമ്മളുള്ളത്. പഴയകാലത്ത് ബ്രാൻഡ് ഷർട്ടുകൾ ഇരുത്തം വന്ന സവർണ മുതലാളിമാർക്ക് മാത്രം ധരിക്കാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെയല്ല, ഏത് ചെറുപ്പക്കാരനും ഏത് സുപ്രഭാതത്തിലും പോയി സാധനം വാങ്ങാം, തിരിച്ചു വരാം, അതിൻ്റെ റീൽസ് ഇടാം, അത് ലോകത്തൊരു പ്രകടനപരതയാക്കി മാറ്റാം. അങ്ങനെ പുതിയ തലമുറ ഇത് കണ്ടും കേട്ടും വിശ്വസിച്ചു അല്ലേ? എന്ത്, നമുക്കെല്ലാത്തിലേക്കും ആക്സസ് ഉണ്ട്. പണ്ട് റുബായിയാത്ത്, പേർഷ്യൻ കവിയാണ് ഉമർ ഖയ്യാം. ഉമർ ഖയ്യാമിന്റെ റുബായിയാത്ത് എല്ലാ ഭാഷക്കാർക്കിടയിലും പ്രഖ്യാതമായ കവിതയാണ് ഉമർ ഖയ്യാമിന്റെ റുബായിയാത്ത്. അത് ഇംഗ്ലീഷിലേക്ക് 1800കളിൽ പ്രത്യക്ഷപ്പെട്ട അന്നത്തെ ആംഗലേയ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, അദ്ദേഹം പറയാൻ, എ ബുക്ക് ഓഫ് വേഴ്സസ്. കവി പറയാൻ, കവിയുടെ ആഗ്രഹം, എ ബുക്ക് ഓഫ് വേഴ്സസ്, കവിത എഴുതിയ കുറച്ച് പുസ്തകങ്ങൾ. അണ്ടർനീത്ത് ദി ബൗ, ഞാൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു മരച്ചില്ലയുടെ താഴെ ഇങ്ങനെ ഇരിക്കണം. എ ജഗ് ഓഫ് വൈൻ, എനിക്കൊരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ജഗ് വീഞ്ഞ് കിട്ടണം, ചാരായം കിട്ടണം, മദ്യം കിട്ടണം. എ ലോഫ് ഓഫ് ബ്രെഡ്, കടിച്ചു കൂട്ടാൻ ഒരു ബ്രെഡിന്റെ ശകലവും ഒരു ബണ്ണിന്റെ കഷ്ണവും എനിക്ക് കിട്ടണം. ആൻഡ് ദൗ ബിസൈഡ് മീ സിംഗിങ് ഇൻ ദി വൈൽഡേർനെസ്. ദൗ, THOU, പഴയകാലത്ത് 1800കളിലെ എലിസബത്തൻ ഇറയിലെ ഇംഗ്ലീഷ്. ദൗ എന്ന് പറഞ്ഞാൽ യു, കാമുകിയായ പെണ്ണെ നീയും. സിംഗിങ് ബിസൈഡ് മീ, എവിടെ? ഇൻ ദി വൈൽഡേർനെസ്, ആരുമില്ലാത്ത വിജനതയിൽ, ശൂന്യതയിൽ ഒറ്റയ്ക്കിരിക്കുന്ന മദ്യത്തിന്റെ ചഷകം നുണഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ മുമ്പിൽ പാട്ടുപാടാൻ എൻ്റെ കാമുകിയായ പെണ്ണെ നീയും ഉണ്ടെങ്കിൽ, ഓ വൈൽഡേർനെസ് ഈസ് പാരഡൈസ്, ഈ ശൂന്യതയാണ് എൻ്റെ സ്വർഗം. അതിന് മലയാളത്തിന്റെ മഹാകവി MP അപ്പൻ മതിരോത്സവം എന്ന പേരിൽ ഒരു ഭാഷാന്തരം, ഒരു തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, ചിന്താസുന്ദര കാവ്യവും, അങ്ങനെയാണ് അദ്ദേഹം എഴുതിയത് അല്ലേ? എ ബുക്ക് ഓഫ് വേഴ്സസ്, ചിന്താസുന്ദര കാവ്യവും. ചിന്താസുന്ദര കാവ്യവും ലഘുതരം ഭോജ്യങ്ങളും ചിന്തിപ്പും പദ പൊങ്ങി വീഞ്ഞു നിറയും സുസ്ഫാടിക കിണ്ണവും കാന്തേ ആൻഡ് ദൗ സിംഗിങ് ബിസൈഡ് മീ, അല്ലേ? എൻ്റെ അരികത്ത് പാട്ട് പാടാൻ നീയും പെണ്ണെ. കാന്തേ എന്നരികത്തിളം തെന്നലായി നീ പാടാനുമുണ്ടെങ്കിലോ കാന്താരസ്ഥലി പോലും ഇന്നിവനുഹാ സ്വർലോകമാണോ മലേ. അപ്പൊ വൈൽഡേർനെസ് ഈസ് പാരഡൈസ്. അങ്ങനെയെങ്കിൽ കൊടും വനം പോലും, തപോവനം പോലും എനിക്ക് സ്വർഗമാണ്. എന്തൊക്കെ വേണം? ചിന്താസുന്ദര കാവ്യം, മനോഹരമായ കവിതകൾ വേണം, ലഘുതരം ഭോജ്യങ്ങൾ, തോണ്ടിക്കൂട്ടാൻ ആവശ്യമായ ഭോജ്യങ്ങൾ വേണം. പിന്നെന്താ വേണ്ടത്? ചിന്തിപ്പൂമ്പത പൊങ്ങി വീഞ്ഞു നിറയും സുസ്ഫാടിക കിണ്ണം, അല്ലേ? പത പൊങ്ങിയിട്ട് വീഞ്ഞിങ്ങനെ നിറഞ്ഞു പൊങ്ങുന്ന വാറ്റുചാരായത്തിന്റെ ചഷകം, അതാണ് സുസ്ഫാടിക കിണ്ണം, സ്ഫടിക കിണ്ണം, മനോഹരമായ ഒരു ചഷകം. പിന്നെ എന്താ വേണ്ടത്?
കാന്തേയൻ അരികത്തിളം തന്നലായി നീ പാടാനുമുണ്ടെങ്കിലോ കാന്താരസ്ഥലി പോലും ഇന്നിവനുഹാ സ്വർലോകമാണോമലേ. അങ്ങനെയുള്ളൊരു ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുദ്രാവാക്യം റുബായിയാത്തിൽ പ്രത്യക്ഷപ്പെട്ട പഴയ കാട്ടറബി, 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബിയുടെ ജീവിതത്തിൻ്റെ മുദ്രാവാക്യം ഇന്ന് ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുതിയ തലമുറ സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കണം എന്ന ഒരു ആജ്ഞാനമേ അവരുടെ മനസ്സിലില്ല. അവർ പറഞ്ഞ എന്താണ്? അവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ ഒന്ന് ശയ്യ കൊണ്ടപ്പോൾ, രമിച്ചപ്പോൾ, ആശ്ലേഷിച്ചപ്പോൾ, പരസ്പരം പരിരംഭണം നടത്തിയപ്പോൾ ആ ക്രീഡാവീല രസങ്ങൾക്കിടയിൽ പിറന്നുപോയവരല്ലേ നമ്മൾ, അല്ലേ? എന്തു വലിയ പിന്നെ ഒരു പ്രഖ്യാപനമാണ് അവർ നടത്തിയത്. മാതൃപിതൃ ബന്ധങ്ങളുടെ ഗരിമ എത്രയേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്, അല്ലേ? നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റാടി മരങ്ങളുടെ കാറ്റും സ്വച്ഛന്തമായ തണലും ഒരു ശൂന്യത പോലെ അതാണ്ട് കടപുഴകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, ഈ തണലിപ്പം ഇല്ലല്ലോ. അപ്പൊ പറയും, ഇവിടെ ഒരാളുണ്ടായിരുന്നു, ഒരു ആൽത്തറ, ഈ തറയുടെ മുകളിൽ ഒരു ആൽമരം ഉണ്ടായിരുന്നു, അത് കടപുഴകി, അച്ഛൻ മരിച്ചതാ, ബാപ്പ പോയതാണ്. ഇപ്പം അടുത്ത് ഞാൻ കൽപ്പറ്റ നാരായണ മാഷെ ആശ്വാസം എന്നൊരു കവിത വായിച്ചു. നമ്മളൊക്കെ വായിക്കണം. അതിനകത്ത് പറയുന്നുണ്ട്, അമ്മ മരിച്ചപ്പോൾ ഒരു +2കാരിയായ പെൺകുട്ടി മരിച്ചുപോയ അമ്മയെപ്പറ്റി എഴുതിയതാണ്. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ആൺകുട്ടികളെ, നാരായണൻ മാഷ് അമ്മ മരിച്ചുപോയപ്പം മരിച്ച അമ്മയുടെ മോള് അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി എന്നെഴുതാൻ കാരണം എന്തെന്ന് കവിത അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. വേറൊന്നും ഞാൻ അതു സംബന്ധിയായിട്ട് പറയുന്നില്ല. കാരണം എന്താണ്? അമ്മ മരിച്ച ഒരു വീട്ടില് ആശ്വാസം നൽകാൻ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും 3 ദിവസം വരെ നമ്മളെ കൂടെ കൂടിയാടും. അത് കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ ഇന്തപ്പക്കം അന്തപ്പക്കം, ആ ഊര് ഈ ഊര്, അങ്ങനെ പോകും അവരവരുടെ ഊരിലേക്ക്. പിന്നെ നമ്മളിങ്ങനെ ഒറ്റപ്പെടും. നമ്മൾ വീട്ടിൽ, അമ്മയില്ലാത്ത വീട്ടിൽ, അല്ലേ? അമ്മയില്ലാത്ത വീട്ടിലെ അടുക്കളയിൽ ഒരു കസേരയിട്ടിട്ട് ഇരിക്കുന്ന രംഗൊന്ന് നിങ്ങൾ ഇപ്പം നെഞ്ചത്ത് കൈ വെച്ച് ചിന്തിക്ക്. വെള്ളം ഇങ്ങനെ തിളക്കാൻ, ബടുക്കണി ഞങ്ങളെ ഭാഗത്ത് പറയുന്ന പഴയ ഭാഷയാണത്. അവിടെ അടുപ്പിന്റെ മുകളിൽ അടുപ്പത്തേക്ക് വെച്ച പാത്രത്തിലെ വെള്ളം ഇങ്ങനെ തിളക്കാണ്, ഏങ്ങലടിച്ച് കരയും പോലെ തിളക്കാൻ. അമ്മയില്ലാത്ത വീട്ടിലാണ് ആ വെള്ളം തിളക്കണത്. കഞ്ഞി വിളമ്പിയത് ആ അടുക്കളയിലാണ്. അമ്മയില്ലാത്ത വീട്ടിലാണ് ഒരു കഞ്ഞിപ്പാത്രം എന്നെ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഈ കുട്ടി എഴുതിയതാണ്, അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് ധൈര്യമായി അത്തായ പഷ്ണി കിടക്കാം, അല്ലേ? അമ്മ മരിക്കുന്നതിൻ്റെ മുമ്പ് ധൈര്യമായിട്ട് അത്തായ പഷ്ണി കിടക്കാൻ കഴിയൂല. എന്താ കാര്യം? രാത്രി ചോറ് കഴിക്കാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ ഭാഗത്തൊക്കെ മാതാക്കൾ വന്നിട്ട് കിടന്നുറങ്ങണ മക്കളെ വിളിച്ചിട്ട് പറയുന്നൊരു കല്ല് വെച്ച കള്ളമുണ്ട്. എന്താണറിയോ? രാത്രി ചോറ് കഴിക്കാതെ ഉറങ്ങിയാൽ ഒരു പ്രാവിൻ്റെ ഇറച്ചി എൻ്റെ മേത്തുനിന്ന് കുറഞ്ഞു പോകുന്നു. ഒരു പ്രാവിനോളം വരുന്ന മാംസം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാവും. എന്തിനാ പറഞ്ഞത്? അമ്മ മോള് ഭക്ഷണം കഴിക്കാതെ കിടന്നാൽ അമ്മക്ക് ഉറക്കരൂല, കുട്ടിക്കൊരു കുഴപ്പമില്ല. നേരം വെളുക്കോൾ അവൾ ഉറങ്ങും, ഒരു കുഴപ്പമില്ല. അവൾക്കിപ്പോൾ ശല്യം വിളിച്ചുണർത്തുന്നതാണ്. അപ്പം ഈ കുട്ടി എഴുതി, ആശ്വാസമായി, ഇനി എനിക്ക് ധൈര്യമായിട്ട് അത്തായ പഷ്ണി കിടക്കാം. എന്നെ ഇനി ആ ആത്മാർത്ഥതയോടുകൂടെ വിളിച്ചുണർത്താൻ ഈ വീട്ടിലൊരാളില്ലല്ലോ. അമ്മ എന്ന ശൂന്യത നമ്മളിലുണ്ടാക്കുന്ന വേദനയുടെ ആഴാണ് ഈ വരി. നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത വരി എന്താ അറിയോ? ഇനി എനിക്ക് കുളിക്കാൻ പോയിട്ട് ഇറ്റിറ്റ് വീഴുന്ന എൻ്റെ കാർക്കൂന്തൽ തുവർത്താതെ നടക്കാം. കാരണം ഇഴവിടർത്തി നോക്കിയിട്ട്, മകളെ തലയിൽ വെള്ളം കയറിയാൽ പനി പിടിക്കും, ജലദോഷം വരും എന്ന് പറയാൻ എൻ്റെ അമ്മയില്ല. അതുകൊണ്ട് എനിക്ക് കുളിക്കാൻ പോയാൽ ഇനി മുടി തുവർത്തേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ വരി എന്താ അറിയോ? ഇനി എനിക്ക് നാളെ നട്ടുച്ച നേരത്ത് നമ്മുടെ വീട്ടിൻ്റെ ഉമ്മറത്തെ മുറ്റത്തെ ആൾമറ, കിണറിൻ്റെ ആൾമറയുടെ മുകളിൽ ഇരുന്നിട്ട് ഉറക്കം തൂങ്ങി പുസ്തകം വായിക്കാം. കാരണം മോളെ അവിടുന്ന് മാറി വീണ് പോകും എന്ന് പറയാൻ, ഒരു വടിയെടുത്തിട്ട് എന്നെ അടിക്കാൻ, എന്നോട് ശകാരിക്കാൻ, ശാസിക്കാൻ അമ്മയില്ല ഈ വീട്ടിൽ. അമ്മ പോയി. അവസാനത്തെ വരി എന്താ അറിയോ? ഇനി എനിക്ക് രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എത്തിയെടുത്ത് ഉറങ്ങാം.
കാരണം അമ്മയുള്ള അന്ന് എത്തിയിടത്ത് ഉറങ്ങാൻ പറ്റൂല. മാമൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അമ്മേ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അമ്മേ, എൻ്റെ ജോലി സ്ഥലത്തേക്കാണ് പോകുന്ന അമ്മേ എന്ന് പറഞ്ഞിട്ട് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി KSRTC ബസ് കയറിയിട്ട് പോയാൽ മാമൻ്റെ വീട്ടിൽ എത്തണം അമ്മക്ക് ഉറങ്ങാൻ. വഴിയിലിറങ്ങിയാൽ പറ്റൂല. അമ്മ പോയപ്പോൾ ഈ കുട്ടി പറഞ്ഞെന്താ, ഇനി എനിക്ക് രാത്രി യാത്ര ചെയ്യുമ്പോൾ എത്തിയിടത്ത് ഉറങ്ങാം. കാരണം ഞാൻ എത്തേണ്ടിടത്ത് എത്തിയാൽ മാത്രം വിളക്കണയാറുള്ള വീട് കഴിഞ്ഞയാഴ്ച കെട്ടു. ഇനി അങ്ങനെ ഒരു വീടില്ലല്ലോ. ആ വീട് കെട്ടു, അമ്മ മരിച്ചു. അവസാനം പറഞ്ഞെന്താ അറിയോ, ഒടുക്കം എൻ്റെ അമ്മ എന്നെ പെറ്റു തീർന്നു. ആ വാക്കുനോക്ക് നിങ്ങൾ. അപ്പം നമ്മളെ പ്രസവിച്ച് നമ്മൾ ഭൂലോകത്ത് ജാതനായപ്പോൾ നമ്മളെ അമ്മ നമ്മളെ പെറ്റു തീർന്നില്ലേ? ഇല്ല എന്നാണ് കൽപ്പറ്റ നാരായണൻ മാഷ് മലയാളിയെ പഠിപ്പിച്ചത്. എപ്പോഴാ നമ്മളെ അമ്മ എന്നെയും നിങ്ങളെയും പെറ്റു തീർന്നത്? അമ്മയുടെ ഭൗതിക ശരീരം ശ്മശാനത്തിലേക്ക് എടുത്ത് കുഴിമാടത്തിൽ നമ്മൾ ഇറക്കി വെച്ചപ്പോഴാണ് അമ്മ എന്നെയും നിങ്ങളെയും പെറ്റു തീർന്നത്. അപ്പം എന്താണ്, നമ്മൾ ഓരോ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അമ്മ പ്രസവ വേദനയോടുകൂടെ വീട്ടിലിരിക്കുന്നത്. എൻ്റെ കുഞ്ഞ് പോയിട്ട് എന്തായി, എന്തെങ്കിലും സംഭവിച്ചോ, വിശക്കുന്നുണ്ടോ, ഭക്ഷണം കഴിച്ചോ? അമ്മ എപ്പോഴാണ് എന്നെയും നിങ്ങളെയും പെറ്റു തീർന്നത്? അമ്മ പോയി കിടന്നപ്പോൾ. അവസാനത്തെ വരിയിൽ നാരായണ മാഷ് മലയാളിയോട് പറയാണ്, ഇനി ശരീരവേദന കൊണ്ടല്ലാതെ മനോവേദന കൊണ്ട് ഭൂമിയിൽ ഒരാളും കരയൂല. അമ്മ എന്ന് പറയുന്ന ജന്മം മണ്ണിൻ്റെ അടിയിൽ പോയല്ലോ. ഇനി ആരെങ്കിലും ഭൂമിയിൽ കണ്ണിൽ കണ്ണീര് നിറച്ചിട്ട് കരയുന്നുണ്ടെങ്കിൽ അതാരെങ്കിലും ശരീരത്തിൽ വേദനയാക്കിയത് കൊണ്ടാകാം, അമ്മയെപ്പോലെ മനോവേദന കൊണ്ടാകില്ല. അങ്ങനെയുള്ള അമ്മമാരാണ് ഇന്ന് വൃദ്ധസദനത്തിൽ പോയിട്ട് മക്കളില്ലാത്ത ഇടുങ്ങിയ റൂമിൽ പോയി നിൽക്കുന്നത്. എത്ര നിമിഷം നിൽക്കാൻ കഴിയും? പുറത്തുനിന്നാണ് പൂട്ടിയത്, അകത്തുനിന്നല്ല. അകത്തുനിന്ന് പൂട്ടിയാൽ മണിക്കൂറുകളോളം നിങ്ങൾ പൂട്ടിയ റൂമിൽ നിങ്ങൾക്ക് പുസ്തകം വായിച്ചിരിക്കാം. നാം പോയിരുന്ന റൂമിന്റെ കവാടം പൂട്ടിയത് പുറത്തു നിന്നൊരാളാണ് അതിൻ്റെ ഓടാമ്പില കൊണ്ടതിനെ പൂട്ടിയത് എങ്കിൽ ഒരു നിമിഷം നിങ്ങൾക്ക് മനസ്സാന്നിധ്യത്തോടുകൂടെ ഇരിക്കാൻ കഴിയില്ല. മനസ്സാന്നിധ്യം ഇല്ലാതെ ഇരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ബോധം പോയി, മാനസികം വന്ന് ഭ്രാന്തിയായി എത്ര വേണമെങ്കിലും ഇരിക്കുക, അല്ലേ? മലമൂത്ര വിസർജനം ശയ്യയിൽ തന്നെ നിർവഹിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിക്കാൻ കഴിയണം. ഞാൻ അവസാനിപ്പിക്കാൻ, ലോകം എല്ലാം കീക്കാൻ തൂക്കായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ പനമ്പള്ളി നഗറിലെ ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത് നിന്നാണ് ആമസോൺ പാർസൽ കവർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. രാവിലെ സ്കൂൾ കുട്ടികളെയുമായിട്ട് ബസ്സിൽ പോകുന്ന ബസ്സിൻ്റെ ഡ്രൈവർ അത് കാണുകയാണ്. നോക്കുമ്പോൾ അതൊരു മനുഷ്യൻ്റെ പുത്രനാണ്, ഒരു ചോര പൈതലാണ്, ഒരു നവജാത ശിശുവാണ്. പോലീസ് വരുന്നു. ഈ ആമസോൺ പാർസൽ കവറിലാണ് ഈ കുട്ടിയെ അടക്കം ചെയ്തത്. അത് ഏത് ഫ്ലാറ്റിൻ്റെ അഡ്രസ്സിലാണ് വന്നത്? ആ ഫ്ലാറ്റിലേക്ക് പോയി നോക്കുന്നു, അവരെ പരിശോധിക്കുന്നു. അവസാനം അവിടെയുള്ളത് ഒരു അച്ഛനും ഒരു അമ്മയും അവിവാഹിതയായ 23 വയസ്സുള്ള ഒരു മകളും മാത്രമാണ്. പക്ഷേ പോലീസ് കേസിൻ്റെ ചുരുളഴിച്ച് കൊണ്ടുവരുമ്പോൾ മലയാള മനസാക്ഷി ഞെട്ടിത്തരിക്കുന്നു, ലജ്ജ കൊണ്ട് തല താഴ്ത്തുന്നു. ആ 23-കാരിയായിരുന്നു അത്രേ ഈ ചോരപ്പൈതലിൻ്റെ അമ്മ, അവിഹിതമായ അമ്മ. ആരാ നിന്റെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന ചോദ്യത്തിന് അവൾ കൊടുത്ത മറുപടി ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട തൃശ്ശൂരുകാരനായ 25-കാരനാണ് എന്നാണ്. എൻ്റെ മാതാപിതാക്കളെ, നമ്മൾ വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പാടിയ കവിതയുടെ ആന്തരാർത്ഥം എന്ന് പറയുന്നത്, അല്ലേ? ഒടുവിൽ നമ്മളൊക്കെ തന്നെ ഖേദിക്കുന്നൊരവസ്ഥയിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല. അപ്പം ഇവിടെ ജീവിച്ച് നമുക്കൊക്കെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചത് നടപ്പാക്കാൻ കഴിയില്ല. ലീലനും മദനനും തമ്മിലുള്ള കഥയിൽ ആശാൻ മലയാളിയോട് പാടിത്തരുന്നുണ്ട്, കരുതുവതിഹ ചെയ്യവയ്യ ചെയ്യാൻ വരുതു ലഭിച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതയറിഞ്ഞുകൂടാ ആയുസ്ഥിരതയുമില്ലതി നിന്യമീ നരത്വം കരുതുവതിഹ ചെയ്യവയ്യ. നമ്മൾ കരുതുന്നത് ഈ ലോകത്ത് നമുക്കാർക്കും നിർവഹിക്കാൻ കഴിയുന്നില്ല. ചെയ്യാൻ വരുതു ലഭിച്ചതിൽ നിന്നിടാ വിചാരം. ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാലോ അതിന് മനസ്സും ഉണ്ടാവില്ല. അങ്ങനെ പരമഹിത അറിഞ്ഞുകൂടാ ആയുസ്ഥിരതയുമില്ല അതിനിന്യമീ നരത്വം. ഇനി എല്ലാത്തിനുള്ള അവസരം കിട്ടി, ചെയ്യാനുള്ള അനുകൂലാവസ്ഥ കിട്ടി, അതിനുള്ള മനസ്സ് കിട്ടി, അതിനുള്ള സാഹചര്യം കിട്ടി,
അത് കിട്ടുമ്പോഴേക്ക് നമ്മുടെ ആയുസ് അത് ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ല. അപ്പോഴേക്ക് നമ്മൾ മറ്റൊരാളായി മാറിയിട്ടുണ്ടാകും. ഈ കഴിഞ്ഞ ഓണത്തിൻ്റെ വടംവലി മത്സരം നടക്കുകയാണ് കൊച്ചിയിലെ തേവരയിലെ SH സ്കൂളിൽ, കോളേജിൽ. അവിടെ കൊമേഴ്സ് വിഭാഗം തലവനായ ജെയിംസ് വി ജോൺ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹമാണ് ഈ വർഷത്തെ തേവര SH സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറി. അത്രയും സമർത്ഥനായ ഒരു ടീച്ചറാണ് ജെയിംസ് വി ജോൺ. അപ്പം ഈ വടംവലി മത്സരം നടക്കുന്നതിൻ്റെ മുൻപ് അദ്ദേഹം തൻ്റെ കുട്ടികളെ, സ്കൂളിലെ കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ജെയിംസ് വി ജോൺ സാർ മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, മക്കളെ, എൻ്റെ കാഴ്ചപ്പാടിൽ ലോകത്ത് ഏറ്റവും സമ്പന്നമായ ഒരു ഇടമുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അത് സെമിത്തേരിയാണ്. അദ്ദേഹം ഒരു ക്രൈസ്തവ മതവിശ്വാസിയാണ്. അതുകൊണ്ട് അദ്ദേഹം സെമിത്തേരി എന്ന് പറഞ്ഞു. ശ്മശാനവും ഖബർസ്ഥാനവും ഒക്കെ അതന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് എന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, സെമിത്തേരിയുടെ അകത്ത് ആ മീസാൻ ശിലകൾക്ക് താഴെ കിടന്നുറങ്ങുന്ന, കുരിശുകൾക്ക് താഴെ കിടന്നുറങ്ങുന്ന ഓരോ ആളുകളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഡോക്ടേഴ്സ് ഉണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്, പ്രൊഫസർമാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, കവികളുണ്ട്, കവയത്രിമാരുണ്ട്. ആർക്കിടയിലും കാലുഷ്യങ്ങളില്ല, തർക്കവിതർക്കങ്ങളില്ല. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും സമ്പന്നമായ സ്ഥലം എൻ്റെ വിനീത അഭിപ്രായത്തിൽ സെമിത്തേരിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇനി നമുക്ക് നമ്മുടെ വടംവലി മത്സരത്തിലേക്ക് കടക്കാം എന്നും പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കാൻ. കുട്ടികൾ ഒരു ഭാഗത്ത്, സ്റ്റാഫ് ഒരു ഭാഗത്ത്, വടംവലി മത്സരം നടക്കുന്നു, അത് പൊടിപൊടിക്കുന്നു, ആഹ്ലാദത്തിൻ്റെ പടക്കങ്ങൾ പൊട്ടുന്നു. അതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന് ഒരു തളർച്ച സംഭവിക്കുന്നു. അദ്ദേഹം സൈഡിൽ പോയി കിടക്കുന്നു. ആ കിടത്തം അന്ത്യശയ്യയാണ്. ആ നിദ്ര അവസാന നിദ്രയാണ്. ആ ശ്വാസം ഒടുക്കത്തെ ശ്വാസമാണ്. പ്രാണനിങ്ങനെ പോകുന്ന രംഗം അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ കുട്ടികൾ ഇങ്ങനെ വായിച്ചെടുക്കുക. തൊട്ടു മുമ്പ് പറഞ്ഞുപോയ വാക്കിനോട് അരുപറ്റി നിൽക്കുന്ന ഒരു ജീവന്റെ പോരാട്ടം അവിടെ നടക്കുകയാണ്. ഇത്രയുള്ളൂ മനുഷ്യൻ, ഇത്രയുള്ളൂ മനുഷ്യൻ അല്ലേ? നമ്മളൊക്കെ തന്നെ ഇരിക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, നടക്കുമ്പോൾ, പറയുമ്പോൾ, വിശ്രമിക്കുമ്പോൾ, കിടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് അവസാനത്തെ 2 കണ്ണിമകളും ചിമ്മേണ്ട ആളുകളാണ്. പിന്നെ നമ്മളെ കാണാൻ ആളുകൾ വരാൻ. ആബാലവൃദ്ധം ജനങ്ങൾ ചിരിക്കുന്നു, ആശുവായി തീരും മരണം മറക്കുന്നു, ആശുപത്രി കട്ടിലാളെ കൈമാറുന്നു, ആംബുലൻസിൻ വീജി നമ്മെ നടുക്കുന്നു, ആതുര ശുശ്രൂഷകർ കൈമലർത്തുന്നു, ആരാരുമറിയാ ശ്മശാനവും പുൽകുന്നു, മാലാഖ വന്നു പിടിച്ചെൻ്റെ ദേഹിയെ, മാനുജൻ വന്നു കണ്ടു എൻ്റെ ദേഹമേ, പൊട്ടിച്ചിരിച്ചു അനന്തരം ആ ചിരി, പൊട്ടിക്കരയരായി രൂപപ്പെടുന്നതും കാലാൾ പടവന്ന് തൊളിലേറ്റുമ്പോഴും കാമനും താതനും പരിതപിക്കുമ്പോഴും എല്ലാം എല്ലാവർക്കും സംഭവിക്കാനുള്ളതാണ്. അതിലാർക്കും തർക്കമില്ല. ഏതോ ഒരു സ്വാമിയുടെ, ഗുരുവിൻ്റെ, സന്യാസിയുടെ മുമ്പിൽ പോയിട്ട് ഒരു പെണ്ണ് മരിച്ചുപോയ തൻ്റെ പിഞ്ചു പൈതലിനെങ്ങനെ കൈ വലയങ്ങളിൽ വെച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സന്യാശ്രേഷ്ഠ ഗുരു, എൻ്റെ കുഞ്ഞിന് മൃതം സംഭവിച്ചു, മൃതി അടഞ്ഞു, ആത്മാവ് പോയിരിക്കാൻ, ശവമായിരിക്കാൻ. അങ്ങ് വലിയ ആത്മീയ കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ ജീവനൊന്ന് തിരിച്ചു തരുമോ, എനിക്ക് ഈ കുഞ്ഞേ ഉള്ളൂ എന്നൊരമ്മ പ്രാണൻ പിടയുന്ന വേദനയോടുകൂടെ പറയുമ്പോൾ ആ സന്യാസി പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയപ്പെട്ട പെങ്ങളെ, ഞാനൊന്ന് ശ്രമിക്കാം. എന്നിട്ട് എന്ത് ചെയ്തു? നിന്റെ കുഞ്ഞിനെ അവിടെ വെക്ക്, അത് ബന്ധുക്കളെ ഏൽപ്പിക്ക്. നീ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് കുറച്ച് കടുകുമണികൾ ഒരു പേപ്പറിൽ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവാ, ഞാൻ മന്ത്രം ജപിക്കാൻ. നിന്റെ കുഞ്ഞിൻ്റെ ജീവനൊന്ന് തിരിച്ചു നൽകാൻ പറ്റുമെന്ന് നോക്കട്ടെ. പക്ഷെ ദർ ഈസ് എ കണ്ടീഷൻ, ഒരു നിബന്ധനയുണ്ട്. നീ കടുകുമണികൾ ശേഖരിക്കുന്ന വീട്ടിൽ മുമ്പൊരിക്കലും ഒരു മരണം നടന്ന വീടാവാൻ പാടില്ല. അങ്ങനെ ആ സ്ത്രീ പോവാൻ വലിയ പ്രതീക്ഷയോട് പോവാ. ഒരു വീട്ടിൽ കയറി, അവിടെ വല്യമ്മച്ചിയുണ്ട്. എന്തേ മോളെ? അപ്പം അവളിങ്ങനെ കരഞ്ഞ് സങ്കടമൊക്കെ പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. കടുകുമണി ഉണ്ടോ? ഉണ്ടല്ലോ, എത്ര വേണമെങ്കിലും തരാം. അവൾക്ക് പ്രതീക്ഷ കൂടി. കടുകുമണി എടുക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഈ വല്യമ്മച്ചിയോട് ഇവള് ചോദിച്ചു, അല്ല, ചോദിക്കാൻ വരട്ടെ, എടുക്കാൻ വരട്ടെ, ഈ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ചയാണ് വല്യച്ഛൻ മരിച്ചുപോയത്. കഴിഞ്ഞു. അടുത്ത വീട്ടിലേക്ക് പോയി, അവിടെ വേറൊരു യുവതിയാണ് മരിച്ചത്. അങ്ങനെ ഓരോ വീട്ടിലും പോയി. ആ വീട്ടിലൊക്കെ കടുകുമണി ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ മരണവും നടന്നിട്ടുണ്ട്. ഈ യുവതി നിരാശയായിട്ട് ഗുരുവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഗുരു, ഞാൻ നിരാശയാണ്. അപ്പോൾ ഗുരു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, മോളെ നിരാശനാവേണ്ട. എന്താണ് അത്? ഈ ഭൗതിക ലോകത്തിൻ്റെ ഒരു സ്വരമാണ്. എന്ത്? ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്. അതുകൊണ്ട് നിന്റെ കിടാവിൻ്റെ മരണം നീ അംഗീകരിക്കുക. അതിൻ്റെ ശേഷക്രിയകളെ നമുക്ക് ഭക്ത്യാദര പുരസ്സരം നിർവഹിക്കാം. നിന്റെ കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥന നടത്താം. അങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉള്ളതിനെ ഉൾക്കൊള്ളാനേ കഴിയുള്ളൂ. ടെക്നോളജി എത്ര വളർന്നാലും മരണത്തിൻ്റെ മാലാഖക്ക് മണി കെട്ടി ആ മാലാഖയെ പിടിച്ചു നിർത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയൂല. സമയമാകുമ്പോൾ പോകുന്നതിൻ്റെ മുമ്പ് ജീവിക്കാൻ ആവശ്യമായ പാതയം നമ്മൾ തയ്യാറാക്കുക. എല്ലാം നല്ലതിനാകട്ടെ. ഈ നല്ല മുഹൂർത്തത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും സ്നേഹവായ്പോടുകൂടെ നിങ്ങൾ എന്നെ സ്വീകരിച്ചതിനും എന്നെ ഇത്ര നേരം വളരെ ക്ഷമയോടെ നല്ല അച്ചടക്കമുള്ള മക്കളായി, അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളായി, പുറത്തുള്ള പ്രിയപ്പെട്ട സ്നേഹിതരൊക്കെ ഈ നിന്നതാണ്, പ്രസംഗം തുടങ്ങുമ്പോൾ നിന്നതാണ്. അവർ വളരെ അസ്വസ്ഥരാണോ എന്താ എനിക്കറിയൂല. നിങ്ങളുടെ അസ്വസ്ഥതകളിൽ ഞാൻ വ്യക്തിപരമായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്നെ സ്നേഹവായ്പോടുകൂടെ സ്വീകരിച്ച, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച, ഇങ്ങനെയുള്ള മാനവ സൗഹൃദത്തിൻ്റെ വിശാല മനസ്കത ബോധിപ്പിച്ച ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്ക്, അതുപോലെ തന്നെ ഇതിൻ്റെ തന്ത്രിയടക്കമുള്ള മുഴുവൻ വക്താക്കൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരുപാട് അകൈതവമായിരിക്കുന്ന കടപ്പാടുകളും ഞാൻ അറിയിക്കുകയാണ്. സുകുമാർ അഴീക്കോട് സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, മാനവികത എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. മാനവികത എന്ന് പറഞ്ഞാൽ അത് സന്യാസത്തിൻ്റെയും തോന്യാസത്തിൻ്റെയും ഇടയിലുള്ള ഒരു ജീവിത വിന്യാസമാണ്. അതേ ഉദ്ദേശിച്ച സന്യാസം വൈഡാലപ്രതികന്റെ സന്യാസാണ്, അല്ലാതെ നമ്മളെ ഭക്തിയോടുകൂടെയുള്ള ഗുരുക്കൾ നടത്തുന്ന സന്യാസത്തെ അല്ല. വൈഡാലപ്രതികൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈഡാലപ്രതികൻ എന്ന് കൃത്രിമത്വമായ, അങ്ങനെ വ്യാപാരം നടക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പൊ അതും അല്ലാതെ തോന്നിയാസം ഇല്ലാതെ അതിൻ്റെ ഇടയിലുള്ള ജീവിത വിന്യാസമാണ് മാനവികത എന്ന് അഴീക്കോട് സാറിൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടത്. ഇത്തരണത്തിൽ ഓർത്തു പോവുകയാണ്. ഈ നല്ല സദസ്സിന് എൻ്റെ വിനീതമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നിങ്ങൾക്ക് നന്ദി. സ്വാമിയെ ശരണമയ്യപ്പ.